നമസ്കാരം. ഇരയുടെ മാനസിക നില ശരിയല്ല എന്ന് വരുത്തി തീർക്കാൻ സർക്കാർ ശമ്പളം പറ്റുന്ന പോലീസ് ഉദ്യോഗസ്ഥരും കൗൺസിലർമാരും ശ്രമിച്ചതിന്റെ നട്ടെല്ല് മരവിപ്പിക്കുന്ന വിവരങ്ങളാണ് പാലത്തായി പോക്സോ കേസിലെ വിധിന്യായത്തിൽ എമ്പാടും. ഒരു 10 വയസ്സുകാരോട് ചോദിക്കാനേ പാടില്ലാത്ത അശ്ലീലവും അധമവും നിയമവിരുദ്ധവുമായ ചോദ്യങ്ങൾ കോടതി അക്കമിട്ട് നിരത്തി കാണിക്കുന്നു. ഈ ചോദ്യങ്ങളിലൂടെ ഇരയെ പീഡിപ്പിച്ചവർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ഇരയുടെ മാതാവ് നൽകിയ പരാതി 5 വർഷമായിട്ടും നടപടിയൊന്നുമില്ലാതെ ഉറങ്ങുന്നു എന്നാണ് കോടതി വിധിന്യായത്തിലൂടെ അന്നത്തെ ശിശുക്ഷേമ മന്ത്രി കെ ശൈലജയെ ഓർമ്മിപ്പിച്ചത്. തനിക്കെതിരെ കോടതി ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് മുൻ മന്ത്രിയുടെ വാദം. എന്നാൽ പരാതിയെക്കുറിച്ച് ശൈലജ മൗനം പാലിക്കുകയും ചെയ്യുന്നു. പാലത്തായിയിൽ പത്മരാജൻ മാത്രമാണോ പ്രതി? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മളിപ്പം അതിഥികളായി ഇടത് സഹയാത്രികൻ റജി ലൂക്കോസ്, വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധി ജബീന ഇർഷാദ്, മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ എന്നിവർ. ആദ്യം അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായിലേക്ക്. മുഹമ്മദ് ഷാ, ഇന്ന് കോടതി ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളുടെ വിവരങ്ങൾ ഇന്നാണ് പുറത്തു വരുന്നത്. യഥാർത്ഥത്തിൽ ആ അന്വേഷണം അതുപോലെ അന്വേഷണത്തെ തുടർന്ന് കൗൺസിലർമാരുടെ ചോദ്യം ചെയ്യൽ, ഈ കേസ് എങ്ങനെ അട്ടിമറിക്കാൻ പോലീസ് ശ്രമിച്ചു, ഒരു സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് ഏജൻസികൾ എങ്ങനെ ശ്രമിച്ചു, ഓൾറെഡി പീഡിപ്പിക്കപ്പെട്ട ഒരു ഇരയെ എങ്ങനെ ഒരു ഭരണകൂടം വേട്ടയാടി തുടങ്ങിയ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ആ വിധിന്യായത്തിലുള്ളത്. പക്ഷേ മന്ത്രി കെ ശൈലജ പറയുന്നത് ഇതിൽ തനിക്കെതിരായ പരാമർശങ്ങളില്ല എന്നാണ്. വ്യക്തിപരമായ ഒരു പക്ഷേ കെ ശൈലജയ്ക്കെതിരെ പരാമർശമില്ലെങ്കിലും കോടതി ചൂണ്ടിക്കാട്ടിയ ആ ചോദ്യങ്ങൾ, കോടതി പരാമർശങ്ങൾ ആർക്കെതിരാണ്? ഇതൊരു വളരെ റെയറായിട്ടുള്ള ഒരു വിധിയാണ്. കാരണം പോലീസ് ഇൻവെസ്റ്റിഗേഷൻ പല സ്റ്റേജസിലും പ്രതിയുടെ വാദത്തിന് സഹായകരമാകുന്ന തെളിവുകൾ കണ്ടുപിടിക്കാനുള്ള ഓട്ടപാത്രമായിരുന്നു. പ്രതിക്ക് സഹായകമായ കാര്യങ്ങൾ എങ്ങനെ കണ്ടെത്താമെന്നുള്ളതിനെ കുറിച്ച് പരിശോധനയാണ് പോലീസ് നടത്തിക്കൊണ്ടിരുന്നത്. ക്രൈം രജിസ്റ്റർ ചെയ്തതിന് ശേഷവും അറസ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് പ്രതി അതിനകത്ത് കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്ന് കണ്ടെത്താനുള്ള വഴികൾ തേടുകയായിരുന്നു പോലീസ്. സാധാരണഗതിയിൽ പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്താണ് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയുമല്ല അവിടെ ചെയ്തിരിക്കുന്നത്. വ്യക്തമായി ഈ വിധിയിൽ, ഇത് മുസ്ലിം ലീഗിൻ്റെ ആരോപണമോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ആരോപണമൊന്നുമല്ല, വിധിയിൽ വ്യക്തമായി അത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ പ്രോസിക്യൂഷൻ കേസ് നടത്തുമ്പോൾ പ്രതിയുടെ ഭാഗം തെളിയിക്കാനുള്ള രേഖകൾ തേടി പ്രതി വേറെ പോയിട്ട് വന്നിട്ടില്ല. പോലീസിൻ്റെ റെക്കോർഡിൽ തന്നെ അത് അവൈലബിൾ ആണ്. പ്രതിക്ക് പോലും എത്തിച്ചെടുക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പോലീസ് എത്തിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നടന്ന ഒരു കേസിൽ പ്രോസിക്യൂഷൻ നടത്തുമ്പോൾ കോടതി കണ്ടെത്തുകയാണ് ഓരോ പോയിന്റും സുപ്രീം കോടതി വിധികളുടെയും മറ്റു വിധികളുടെയും അടിസ്ഥാനത്തിൽ മാത്രമായി ഒരു വിധി പാസ്സാക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് മുൻമന്ത്രി കെ ശൈലജ പറയുന്നത്, ഇത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്കുള്ളൊരു എൻഡോഴ്സ്മെൻ്റ് ആണ്, ഇത് ഗവൺമെൻറ് അതിശക്തമായ നടപടി സ്വീകരിച്ചു, മറ്റാരൊക്കെ എന്തൊക്കെയോ ചെയ്തു, എന്നിട്ട് ലീഗിനെതിരെയും ആക്ഷേപമാണ്. നിങ്ങൾക്കറിയാമോ, ഈ ലീഗ് ആദ്യ സ്റ്റേജിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഇൻവെസ്റ്റിഗേഷൻ്റെ എല്ലാ അപാകതകളും രേഖകളും കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് ഹൈക്കോടതിയിൽ കേസ് നടത്തിയ ഒരാളാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ ഞങ്ങളൊക്കെ അന്ന് അഭിഭാഷക സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ളതാണ് ഞാൻ. ഈ ഇരകളെയും ഇവരുടെ കുടുംബങ്ങളെയും എല്ലാം കൂട്ടിപ്പിടിച്ച് അവരുടെ കരച്ചിൽ കെട്ടിട്ട് ഇതിനൊരു നീതി ലഭിക്കണമെന്ന് നിർത്തി കോടതി കൊണ്ടുപോകുമ്പോൾ ഇതെല്ലാം അവിടെ കൊടുത്തപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് മാത്രമായി ഞങ്ങൾ അന്വേഷണത്തിന് വേറൊരു ഏജൻസി അപ്പോയിൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് തടിയുരുകയായിരുന്നു ചെയ്തത്. ആ റിപ്പറ്റീഷനിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ആ ആരോപണങ്ങളെല്ലാം ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു വിധിയാണ് വന്നിരിക്കുന്നത്. ഇതിന് ശേഷം കൗൺസിലർമാർ എന്തിനാ വെച്ചിരിക്കുന്നത്? സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് കൗൺസിലർമാരുടെ ജോലി എന്താ? ജോലി വിക്ടിമിനെ ഭീഷണിപ്പെടുത്തുക, വിക്ടിമിനോട് അശ്ലീലം പറയുക, അസഭ്യം പറയുക. അതിനെക്കുറിച്ചൊക്കെ പാരഗ്രാഫ് 112 വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ഒരു കൗൺസിലർ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തു എന്ന്. അങ്ങനെ ചെയ്തതിനെതിരെ വിക്ടിമിൻ്റെ മാതാവ് പരാതി കൊടുക്കുന്നു. ഈ ടീച്ചറമ്മ സോഷ്യൽ ജസ്റ്റിസ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് പരാതി കൊടുക്കുന്നു. ആ പരാതിയിൽ ഒരു നടപടി, അതായത്
ഇവർ ഈ കൗൺസിലർമാർ ആ പദവിയിൽ ഇരിക്കാൻ യാതൊരു യോഗ്യതയുമില്ല എന്നാണ് ഈ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അവർക്കെതിരെ ഒരു നടപടിയും ആ ടീച്ചറമ്മ എടുത്തില്ല എന്ന് മാത്രമല്ല, പുതിയതായി വന്ന ഈ കപ്പല് മുങ്ങില്ല എന്ന് പറഞ്ഞില്ലേ, ആ മന്ത്രിക്കും തൊടാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഈ ദിനം വരെ ആ കൗൺസിലർമാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ സാധിച്ചു. അവരെന്താ ചെയ്തത്? ഒരു വിക്ടിമിന് 10 വയസ്സുള്ള കുട്ടിയോട് ചെയ്ത അതിക്രൂരത കൗൺസിലർമാർ ചെയ്തിട്ട് അവർക്കെതിരെ ഇന്നും നടപടിയില്ല. അതായത് പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ വരുത്തി ചോദ്യം ചെയ്തത് ഒരേ ഒരു തവണ. ഈ വിക്ടിമെ എത്ര തവണ എവിടെയെല്ലാം ഈ കൊണ്ടുപോയി എന്നറിയാമോ? ഈ 10 വയസ്സുകാരി കുട്ടിയെ. എന്നിട്ട് ആ കുട്ടിയെ എന്താക്കി മാറ്റി? മാനസിക നില തെറ്റി കുട്ടിയായിട്ട് മാറ്റി. എന്നിട്ട് ഈ തെളിവുകളൊക്കെ അദ്ദേഹം ഈ പത്മരാജൻ അവിടെ ഇല്ലായിരുന്നു എന്ന് കാണിക്കാനായ രേഖകൾ കളക്ട് ചെയ്യായിരുന്നു. ഇലക്ട്രോണിക് എവിഡൻസ് തപ്പിപ്പോവുകയായിരുന്നു ഇവർ. എന്നിട്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കറിയാം, ഒന്നുകൂടെ പറയാം, ഈ പ്രോസിക്യൂഷൻ നടത്തുമ്പോൾ ഞങ്ങളുടെ മുസ്ലിം ലീഗിന്റെ അഭിഭാഷക സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഫ്, ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജനൈസ്, സംസ്ഥാന സെക്രട്ടറി ബഷീർ, അഡ്വക്കേറ്റ് മുനാസ് തുടങ്ങിയ ഒരു ടീം ഓഫ് ലോയേഴ്സ് ഇതിനെ സൂപ്പർവൈസ് ചെയ്ത് ഈ പറഞ്ഞ കുട്ടിയുടെ മാതാവിന് വേണ്ടിയിട്ട്, വിക്ടിമിന് വേണ്ടിയിട്ട് കോടതിയിൽ അപ്പിയർ ചെയ്ത് കേസ് നടത്തിയതാണ്. ഹൈക്കോടതിയിൽ വന്നപ്പോഴും ഞങ്ങൾ ആ കേസ് നടത്തിയതാണ്. ലീഗലിയാണ് ഞങ്ങൾ ഫൈറ്റ് ചെയ്തത്. കാരണം ഞങ്ങൾ ഫൈറ്റ് ചെയ്തത് ഈ പ്രോസിക്യൂഷനെതിരെയും പത്മരാജനെതിരെയുമാണ് ഞങ്ങൾ ഫൈറ്റ് ചെയ്തത്. അവർക്ക് ജാമ്യം കൊടുത്തപ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്തത് ഞങ്ങളാണ്. ഇപ്പോൾ ആരാ കുറ്റക്കാരാ? ഇപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണ്? ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി അന്ന് നടന്ന ശൈലജ ടീച്ചർ ഉളുപ്പില്ലാതെയാണ് വർത്തമാനം പറയുന്നത്. നിങ്ങളിത് വായിച്ചു നോക്കിയോ ജഡ്ജ്മെന്റ്? ഞാൻ മുൻ മന്ത്രി ശൈലജ ടീച്ചർ ഈ ജഡ്ജ്മെന്റ് ഓർഡർ വായിച്ചിട്ടുണ്ടോ? മുഹമ്മദ് ഷാ, മന്ത്രി ശൈലജ ടീച്ചറുടെ പരാമർശത്തിൽ അവരുടെ പേരെടുത്ത് പറഞ്ഞൊന്നും പറഞ്ഞിട്ടില്ല. അവർക്ക് അങ്ങനെ പറയാം, എന്റെ പേരിൽ എന്നെ വിമർശിച്ചിട്ടില്ല. പക്ഷേ ഇരയുടെ മാതാവ് നൽകിയ ഒരു പരാതിയിൽ 5 കൊല്ലമായിട്ട് നടപടി ഉണ്ടായിട്ടില്ല, ഇനിയെങ്കിലും നടപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അല്ല, ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ചേക്കാം. നീഡ്ലെസ് ടു സേ, 112ാമത്തെ പാരഗ്രാഫിൽ, needless to say, if going through the questions suggested by the councillors, it is clear that those councillors do not deserve to continue in this job. അവർ ജോലി തുടരാൻ അർഹതയില്ല. It is learned from the allegation raised in WPC 21/648/2020 before Honorable High Court that on 21/9/2020 the PW1 mother had filed a petition before the Honorable Minister for Women and Child Welfare seeking appropriate action against the councillors for their unethical and rude behavior towards the victim. The petition is still pending and I hope that there would be appropriate action in the matter. ഇപ്പോൾ ഈ മന്ത്രി, അതായത് 21/9/2020 കേരളത്തിൻ്റെ വിമൻ ആൻഡ് ചൈൽഡ് വെൽഫെയർ മിനിസ്റ്റർ ഞാനല്ലായിരുന്നു എന്നുള്ളത് ഒന്ന് ടീച്ചറമ്മ പറയണമായിരുന്നു. ഇനി പേരെടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോ? ആ ഡേറ്റിൽ കേരളത്തിൻ്റെ മന്ത്രി ആരായിരുന്നു എന്ന് നോക്കാൻ ഗൂഗിളിൽ അടിച്ചു നോക്കിയ പോരെ. ആ മന്ത്രിസ്ഥാനം ഒഴിയുന്നത് വരെ അത് പരിഗണിച്ചില്ല. അത് മാത്രമല്ല, പുതിയത് വന്നത് ഈ കപ്പൽ ഒലയില്ല എന്ന് പറഞ്ഞ മന്ത്രിയില്ലേ, ആ മന്ത്രിയും തൊട്ടിട്ടില്ല, ഇന്നും തൊട്ടിട്ടില്ല. ആ കൗൺസിലർമാർ ഇതേ പണി വിക്ടിംസിനെതിരെ എവിടെയൊക്കെ ചെയ്യുന്നുണ്ടാവും. നടപടി വേണ്ടേ? എന്ത് പ്രൊട്ടക്ഷൻസ് ആണ്? പ്രൊട്ടക്ഷൻ ഇവിടെ പാവപ്പെട്ട ഇവിടെ. ശ്രീ റെജി ലൂക്കോസ്, അങ്ങ് ഈ ജഡ്ജ്മെന്റ് വായിച്ചു നോക്കിയിട്ടുണ്ടെന്ന് കരുതുന്നു. ജഡ്ജ്മെന്റ് വായിച്ചു നോക്കിയാൽ നമുക്ക് ഞെട്ടലോടെ അല്ലാതെ ഒരു പേജിലൂടെ പോകാൻ കഴിയില്ല. ഒരുപക്ഷെ സംസ്ഥാനത്ത് ആദ്യം എന്ന് പറയാൻ കഴിയില്ല, സൂര്യനെല്ലി കേസിലെ ഇര സമാനമായ ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. പക്ഷേ ഈ 21ാം നൂറ്റാണ്ടിൽ ഒരു 10 വയസ്സുകാരിയായ കുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ട ശേഷം ഭരണകൂട ഏജൻസികളാൽ വേട്ടയാടപ്പെട്ടതിൻ്റെ നടുക്കുന്ന വിവരങ്ങളാണ് ആ ജഡ്ജ്മെൻറ്റിലുള്ളത്. അതിൽ ആ ജഡ്ജ്മെൻറ്റിൽ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യമായി ഇരയുടെ മാതാവ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ശിശുക്ഷേമ മന്ത്രിക്ക് നൽകിയ പരാതി 5 വർഷമായിട്ട് പരിഗണിക്കപ്പെട്ടിട്ടില്ല. അത് ആ കൗൺസിലർമാർ ആ ജോലിയിൽ തുടരാൻ പാടില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടുമ്പോൾ എനിക്കെതിരെ വിമർശനമൊന്നുമില്ല, വ്യാജപ്രചാരണമാണ് എന്നാണ് മന്ത്രി പറയുന്നത്. എങ്ങനെ ഒളിച്ചോടാൻ കഴിയും ശൈലജയ്ക്ക്? അജിംസ, എനിക്ക് അല്പം സമയം തരണം. ആദ്യത്തെ പ്രതികരണം എന്ന് പറയുന്നത് ശൈലജ ടീച്ചറിൻ്റെ പ്രതികരണങ്ങൾ ഇതുവരെ ഉണ്ടായില്ല എന്ന് എൻ്റെ പ്രിയ സുഹൃത്ത് മുഹമ്മദ് ഷാ പറഞ്ഞ നുണയാണ്. അവരിത് മാധ്യമങ്ങളുമായിട്ട് പ്രതികരിച്ചു, കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളുമായിട്ട് പ്രതികരിച്ചു. എൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ടീച്ചർ തന്നെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. കൂടാതെ തന്നെ ടീച്ചറിൻ്റെ ഒരു യൂട്യൂബിലൂടെ അവർ പ്രതികരിച്ചതും കേരളത്തിൽ നിന്ന് വ്യാപകമായ രീതിയിൽ പ്രചരണം നടത്തിയിട്ടുണ്ട്. ടീച്ചറെ സംബന്ധിച്ചോളം ഇപ്പോൾ പ്രിയപ്പെട്ട മുഹമ്മദ് ഷാ പറഞ്ഞ മുഴുവനും ഒരു തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രകോപനങ്ങൾ മാത്രമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഇതിന് നാൾ വഴികളിലേക്കൊന്ന് പോയാൽ പെട്ടെന്ന് പറഞ്ഞവർക്ക് 2025 ഫെബ്രുവരി മുതൽ
ഈ വിഷയം ഉണ്ടായ അന്ന് മുതൽ റജി അത്തരം വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ തിരുത്ത്. അതായത് ടീച്ചർ പ്രതികരിച്ചില്ല എന്നല്ല പറഞ്ഞത്. ഈ ഇരയുടെ മാതാവ് ഒരു പരാതി കൊടുത്തിട്ടുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് ടീച്ചർക്ക് മൗനമായിരുന്നു മറുപടി. അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, എനിക്ക് നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഇന്ന നടപടി സ്വീകരിച്ചു എന്നാണ് മുൻമന്ത്രി പറയേണ്ടത്, അല്ലാതെ മിണ്ടാതിരിക്കുകയല്ല. അല്ലല്ല, ഞാൻ പറഞ്ഞു പൂർത്തിരിക്കട്ടെ. ഞാൻ അതിലേക്കാണ് വരുന്നത്. ഞാനത് പഠിച്ചിട്ട് തന്നെയാണല്ലോ. എനിക്ക് എൻ്റെതായ അറിവ് ഞാൻ പഠിച്ചിട്ട് ചർച്ചയ്ക്ക് പങ്കെടുത്തതല്ലേ, ഞാനങ്ങ് ഒഴിവായിരുന്നു ചർച്ചയിൽ നിന്ന്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത, ഈ ആദ്യത്തെ അന്വേഷണ ഏജൻസികൾ തലശ്ശേരി DYSP-യാണ്. തലശ്ശേരി DYSP കൊണ്ട് കുട്ടിയുടെ അമ്മാവനും കുട്ടിയുടെ മാതാപിതാക്കളും കൊണ്ട് പരാതി കൊടുത്ത ഉടൻ ടീച്ചറെ പോയി കാണുന്നു. ടീച്ചർ അവരുടെ പ്രസിഡൻസിൽ ഈ DYSP-യോട് പറഞ്ഞു, കൃത്യമായിട്ട് എൻ്റെ മണ്ഡലത്തിലെ കുട്ടിയാണ്, ഈ കുട്ടിക്ക് ഏറ്റിരിക്കുന്ന ഈ വിഷയം, ഈ പീഡനം എന്ന് പറയുന്നത് നിസ്സാരമല്ല, കർശനമായ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ 2 തവണ അവരുടെ മുമ്പിൽ വെച്ച് ഉദ്യോഗസ്ഥനോട് സംസാരിച്ച ഉദ്യോഗസ്ഥൻ അവരോട് പറഞ്ഞു, ടീച്ചർ കർശനമായ രീതിയിലുള്ള നിർദ്ദേശം തരണമെന്ന് പറഞ്ഞു. അതിനുശേഷം അവരുടെ അന്വേഷണങ്ങളിൽ അപാകത ഉണ്ടെന്നുള്ള കാര്യം ഞാൻ തുറന്നു സംഭവിക്കുന്നു. അന്നത്തെ ഉത്തരമേഖല IG ശ്രീജിത്ത് ഒരു അഹമ്മദ് എന്ന് പറയുന്ന ഒരു യുവാവിനോട് സംസാരിക്കുന്ന ആ ഓഡിയോ ഇന്നും ഞാൻ കേട്ടിട്ടാണ് ഈ ചർച്ചയ്ക്കിരിക്കുന്നത്. അദ്ദേഹം പഠിപ്പിക്കുക ഇങ്ങനെ പിന്നെ അവിടെ വേറൊരു ടീച്ചറുള്ള ഇദ്ദേഹം ഇല്ലായിരുന്നു, ഇദ്ദേഹമുള്ള ടീച്ചർ ഇല്ലായിരുന്നു, പിന്നെ കഥകിന് കുറ്റിയില്ലായിരുന്നു, 4 കുട്ടികൾ ചാരി നിർത്തിക്കൊണ്ടാണ് ആ കഥക് വരുന്നത്. അങ്ങനെ ഒരിക്കലും പൊരുത്തപ്പെടാത്തതുകൊണ്ടാണ് പോക്സോ ചാർജ് ചെയ്യാത്തത്. അദ്ദേഹം ആ ആളിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. പക്ഷേ കേരള സർക്കാർ എന്താ ചെയ്തത്? കേരള ഗവൺമെന്റ് ഈ അന്വേഷണം ഈ പറഞ്ഞ വാദമൊക്കെ കോടതി ജഡ്ജ്മെന്റിൽ കൃത്യമായി പൊളിച്ചടുക്കിയിട്ടുണ്ട്. റജി ആ ജഡ്ജ്മെന്റ് വാദിച്ചാൽ ഇപ്പൊ ഇത് വീണ്ടും പറയില്ലായിരുന്നു. ഈ ബാത്റൂം ഏതാണ്? പെൺകുട്ടി ചൂണ്ടിക്കാണിച്ച ബാത്റൂം അല്ല അന്വേഷണ സംഘം സീൻ മഹസറിൽ രേഖപ്പെടുത്തിയത് എന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നു. പെൺകുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്ന ബാത്റൂം ടീച്ചർമാർ ഉപയോഗിക്കുന്ന ബാത്റൂമാണ്, പകരം അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത് മറ്റൊരു ബാത്റൂം. സീൻ മഹസർ എന്താണെന്ന് പോലും അറിയാത്ത കുട്ടിയെ പറ്റിച്ചു എന്നാണ് കോടതി ഇന്ന് ചൂണ്ടിക്കാട്ടുന്നത്. അജിംസെ, അത് തെറ്റായ ഒരു അന്വേഷണ രീതിയാണെന്നുള്ളൊരു ഞാൻ തന്നെ സമ്മതിച്ചുകൊണ്ട് നിങ്ങളോട് ചർച്ചയ്ക്കിരിക്കുന്നത്. അന്ന് നമ്മൾ ചർച്ചയ്ക്കിരുന്നിട്ടുണ്ട് ഈ ഓഡിയോ വന്നതിന് ശേഷം. അത് ഏതോ ഒരു ചാനലായിരുന്ന ഞാനും പറഞ്ഞത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ആ പ്രതിയെ BJP അതിനകത്ത് ഒരു കാര്യം സംബന്ധിച്ചിട്ടുണ്ട്. ആദ്യം ഒരു കാര്യം പറയട്ടെ, ഈ കേസ് അന്വേഷിച്ചത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. ഈ കേസ് വാദിച്ചത് സർക്കാരിന്റെ പ്രോസിക്യൂഷനാണ്. ഒരു നിമിഷം സർക്കാരിന്റെ പ്രോസിക്യൂഷനാണ് വാദിച്ചത്, സർക്കാരിന്റെ പോലീസ് തന്നെ അന്വേഷിച്ചതാണ്. പക്ഷേ അതിനു മുമ്പ് കുറെ അധികം അധ്യായങ്ങൾ ഈ കേസിലുണ്ട്. ഈ കേസ് അട്ടിമറിക്കാൻ പോലീസ് ശ്രമിച്ചത്, ഈ കൗൺസിലർമാരുടെ ശ്രമം, ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യാതെ അറസ്റ്റ് വൈകിപ്പിച്ച് തുടങ്ങി ഒരുപാട് ഘട്ടങ്ങൾ നമ്മളതൊക്കെ ചർച്ച ചെയ്തതാണ്. എൻ്റെ ചോദ്യം വളരെ ഇതാണ്, സ്പെസിഫിക് ആണ്. ഈ പരാതി കിട്ടിയിട്ടുണ്ടോ? ഈ കൗൺസിലർമാർക്കായി നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ആ പരാതി കിട്ടിയിട്ടുണ്ട് എന്നെങ്കിലും അക്നോളജ് ചെയ്യേണ്ടേ മുൻമന്ത്രി? അല്ല, ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. അത് പറയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വസ്തുതകൾ നിരത്താണ്ട് എനിക്ക് പറയാൻ പറ്റും. എനിക്ക് അറ്റത്ത് നിന്നുകൊണ്ട് തുടങ്ങാൻ പറ്റും പുറകോട്ട്. ജനം ഇത് കേട്ടോണ്ടിരിക്കുകയല്ലോ. നിങ്ങൾ മീഡിയ ഉൾപ്പെടെയുള്ള ചില മാധ്യമങ്ങളും ചില സോഷ്യൽ മീഡിയയിലും BJP-യുടെ ചില ഹാൻഡിലുകളിൽ നിന്നും ഇന്ന് ടീച്ചറെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ടീച്ചർ ഈ പ്രതിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതെന്നും പറഞ്ഞുകൊണ്ട് ഒരു വ്യാജ ആരോപണം പുറത്തു വന്നപ്പോൾ അതിന് മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ല. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു ഞാൻ സംസാരിച്ചിട്ടാണ് ഈ ചർച്ചയിൽ ഇരിക്കണമെന്ന് പറഞ്ഞത്. അന്ന് പോലും ഇത് നോക്കുന്ന ഒരു കുഞ്ഞിനെ ഒരാൾ നോട്ടം കൊണ്ട് പോലും അപഹസിച്ചാൽ അത് പൊറുക്കുന്നൊരു സമൂഹമല്ല കേരളത്തിൽ ആര് ശ്രമിച്ചാലും. ടീച്ചർ എന്ന് പറഞ്ഞ വ്യക്തി അന്ന് മുതൽ ആ കുടുംബത്ത് പലതവണ പോയി. ഇന്ന് നിങ്ങൾ കേൾക്കേണ്ട ഒരു പ്രത്യേകത കൊണ്ട് പറയാം. ഇന്ന് ഈ വിധി വന്നതിന് ശേഷം, അതായത് കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതിന് ശേഷം ഇൻ ബിറ്റ്വീൻ 6 തവണ ഈ കുട്ടിയുടെ അമ്മാവൻ അവരെ വിളിച്ച് നന്ദി പറഞ്ഞു. ടീച്ചറിന്റെ ഇടപെടലാണ് ഇത് കുറ്റകൃത്യം തെളിയിക്കാൻ സാധിച്ചത്. ടീച്ചർ പലതവണ ഈ കുട്ടിയുടെ വീട്ടിൽ പോവുകയും ബന്ധുക്കളുമായി കാണുകയും അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തെങ്കിൽ റജി ലൂക്കോസ്, ഈ പ്രതിയെ പിടികൂടാതെ 1 മാസത്തോളം വൈകിയപ്പോൾ മാധ്യമങ്ങൾ അവരോട് ചോദിക്കുകയാണ് എന്താ അറസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോൾ അയാളെ ഇതുവരെ അറസ്റ്റ് ചെയ്തില്ലേ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ എന്നാണ്. അതെങ്ങനെയാണ് ആ അറിവില്ലായ്മ വരുന്നത്? അല്ല, അത് പറയാം. അതൊരു ഒരു പ്രാദേശിക തല, പ്രാദേശികം എന്ന് പറഞ്ഞ് ഞാൻ ചുരുക്കുന്നില്ല. ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ മണ്ഡലത്തിലാണ് ഒരു മന്ത്രിയെ സംബന്ധിച്ചോളം അവർ MLA ആയിട്ടുള്ള മന്ത്രിയാണെന്നുള്ളത് ശരി. അവർ MLA ആയ മണ്ഡലത്തിൽ നടന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് ആ പ്രതിയെ അറസ്റ്റ് ചെയ്തില്ലേ എന്ന് ചോദിക്കുന്നത്. അത് തന്നെയാണ് എൻ്റെ ചോദ്യവും. ബഹുമാനപ്പെട്ട ശൈലജ പറഞ്ഞു ഞാൻ സ്ഥലത്തില്ലായിരുന്നു ഈ സമയത്ത്, അവരൊരു വിദേശയാത്രയിലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ടീച്ചറിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞൊരു മന്ത്രി പിന്നെ ഉദ്യോഗസ്ഥന്മാർ ചുമതലയാണ്. പരാതി വരുമ്പോൾ അവർ വീണ്ടും ഇടപെടും. അതല്ലേ ജനാധിപത്യത്തിൽ ഈ പറഞ്ഞ അഡ്മിനിസ്ട്രേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി വേറൊന്ന്, ആരാണ് ഈ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചത്? കേന്ദ്ര സർക്കാരാണോ? ഈ അന്വേഷണത്തിൽ തൃപ്തിയില്ലാത്തതുകൊണ്ടല്ലേ സംസ്ഥാന സർക്കാർ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ച് ഇപ്പോൾ അയാളെ ജീവിതാന്ത്യം വരെ ഈ പറയുന്ന BJP-യുടെ RSSന്റെയും ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥൻ വിശേഷിപ്പിച്ചത് അയാളൊരു തെമ്മാടിയാണെന്നാ. കൂടാതെ വേറൊരു കാര്യം അദ്ദേഹം പറഞ്ഞ ഓടിക്കത് പറഞ്ഞറിയോ, അങ്ങേര് CAA കുറിച്ച് വരെ കുട്ടികൾ ക്ലാസ് എടുക്കുന്ന അയാളൊരു അധ്യാപകനായ യോഗ്യനല്ല എന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞു.
അത് കേരളം ശ്രദ്ധിക്കേണ്ട വാക്ക്. അയാൾ അതിന് ഒരു യോഗ്യതയിലെത്താണ്. അത് ഭയങ്കരമായ രീതിയിലുള്ള സാമൂഹ്യ വിരുദ്ധനാണെന്നുള്ളത് അതിനുശേഷം നമ്മളെല്ലാം ഡിബേറ്റ് നടത്തിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള തെളിവുകൾ അങ്ങനെ വരുന്നുണ്ട്. ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു എന്തുകൊണ്ടാണ് ലോക്കൽ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലാത്തതിന്റെ പേരിൽ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ച് ജീവിതം മുഴുവൻ അയാൾ ഇപ്പോൾ ജയിലിലേക്ക് പോയിരിക്കുക. അയാൾക്ക് ശിക്ഷ വേറെ കൊടുത്തിട്ടുണ്ട്. അയാൾ കോമ്പൻസേഷൻ വരെ കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ ഈ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തി ടീച്ചറിനെ കുറ്റപ്പെടുത്തുന്നത് അത് തികച്ചും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ്. ഒരു സംശയം ഇരയുടെ മാതാവ് ഹൈക്കോടതി പോയാലും റെജി ലൂക്കോസിന് അറിയാമായിരുന്നോ? ഹൈക്കോടതി ഈ അന്വേഷണത്തിൽ ഇടപെട്ടത് അറിയാമായിരുന്നോ? ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ അന്വേഷണ സംഘത്തെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അറിയാമായിരുന്നോ? ഇതെന്തോ സർക്കാരിന്റെ ഔദാര്യം പോലെ ടീച്ചർ അന്വേഷിച്ച് കണ്ടുപിടിച്ചു എന്നാ പറയുന്നത്. ഈ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടപ്പോൾ ഇരയുടെ മാതാവ് ഹൈക്കോടതി പോയി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. വളരെ സിമ്പിൾ അല്ലേ അജിംസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അട്ടിമറിക്കാനാണെങ്കിൽ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അട്ടിമറിപ്പിക്കാൻ പറ്റായിരുന്നോ? ഏതെല്ലാം വിദഗ്ധരായിട്ടുള്ള വക്കീലന്മാര് RSSന്റെ പേരിൽ അവിടെ വാദിച്ചു. അട്ടിമറിക്കാനുള്ള മുഴുവൻ ശ്രമങ്ങളുമാണ് ആ ജഡ്ജ്മെന്റിൽ എഴുതി വെച്ചിട്ടുള്ളത്. റെജി ലൂക്കോസ്, അങ്ങയുടെ ജഡ്ജ്മെന്റ് ഒന്ന് വായിക്കാൻ പറയുന്നത് അതുകൊണ്ടാണ്. എങ്ങനെയാണ് പോലീസ് ആദ്യഘട്ടത്തിൽ അട്ടിമറിക്കാൻ ശ്രമിച്ചതിന്റെ വിശദമായ രേഖ അതിലുണ്ട്. പിന്നീട് ഹൈക്കോടതി ഇടപെടുമ്പോഴാണ് ആ കേസ് അന്വേഷിച്ച് കുറ്റപത്രം കൊടുക്കുന്നത്. അജിംസ് മനസ്സിലാക്കേണ്ട വസ്തുത ആ അന്വേഷണം നടത്തിയത് കേരള സർക്കാരിന്റെ കീഴിലുള്ള ക്രൈംബ്രാഞ്ചാണ് ഈ ലോക്കൽ പോലീസിന്റെ വീഴ്ചയെ തിരുത്തി. അതിപ്പോ ശബരിമലയിൽ സ്വർണം കെട്ടത് അന്വേഷിക്കുന്നതും കേരള പോലീസിലെ ക്രൈംബ്രാഞ്ചാണ്, അല്ലെങ്കിൽ കേരള പോലീസ് തന്നെയാണ് എന്ന് കരുതി അതിൽ സംസ്ഥാന സർക്കാരിന്റെ കോംപ്ലിസിറ്റി ഇല്ലാണ്ടാവുന്നുണ്ടോ? അല്ല SITയുടെ അന്വേഷണത്തിൽ കേരള സർക്കാർ ഇടപെടാൻ പറ്റത്തില്ല അജിംസ്. അതൊക്കെ പറഞ്ഞൊന്നും ടാലി ചെയ്യണ്ട. അത് കേരള ഹൈക്കോടതിയുടെ നേരിട്ടുള്ള അന്വേഷണം. ഇത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് ഷൈനി ടീച്ചർ ഈ കേസ് അട്ടിമറിക്കണമെന്നുണ്ടെങ്കിൽ ആ ബഹുമാനപ്പെട്ട ടീച്ചറുടെ നടപടി സ്വീകരിച്ചു. റെജി ലൂക്കോസ്, എങ്കിൽ പറ. ശൈലജയുടെ കീഴിലെ ശിശുക്ഷേമ സമിതി കീഴിലാണ് ഈ ചൈൽഡ് കൗൺസിലർമാരുള്ളത്. അവർ പിന്നീട് ആ സർവീസിൽ തുടർന്നോ? ഈ പരാതി ശൈലജയ്ക്ക് ലഭിച്ചോ? അവർക്ക് എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ? ഈ പെൺകുട്ടിയെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരു വോയിസ് പുറത്തുവിട്ട IGS ശ്രീജിത്ത് ഇന്ന് ശബരിമലയിൽ കയറിയുന്ന ആളോട് സംസാരിക്കുന്നുണ്ട്. അയാൾ ഇപ്പോഴും സർവീസിലുണ്ട്. അയാൾക്കെതിരെ നടപടി എടുത്തോ? ഒരു IPS ഉദ്യോഗസ്ഥനെ പിരിച്ചുവിടണ്ട, നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു? അയാൾ ആ വൃത്തികേട് വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ ഓഡിയോ പുറത്തുവിട്ടപ്പോൾ സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു? അല്ല, സർക്കാരിന് അങ്ങനെ ഉദ്യോഗസ്ഥന്മാരെല്ലാം നടപടി സ്വീകരിക്കാനാണ് കേരളത്തിലൊരു IPS സർക്കാർ ഒന്നും ചെയ്യില്ല. IPS ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം. IPS കാരെയും IAS കാരെയും എന്തും ചെയ്യാം. ചെയ്യാൻ കഴിയില്ല. വേണ്ട, അയാൾക്ക് IPS ഉണ്ട്. ഈ പറയുന്ന കൗൺസിലർമാരെ എന്ത് ചെയ്തു? ഈ പറയുന്ന നിങ്ങൾ പറയുന്ന ടീച്ചർമാർ, ഈ കൗൺസിലർമാരെ എന്ത് ചെയ്തു? അവരെ പിരിച്ചുവിട്ടോ? അവരിപ്പോഴും ജോലിയിലുണ്ടോ? ഈ ഇരയുടെ മാതാവിന്റെ പരാതി മന്ത്രിക്ക് ലഭിച്ചിരുന്നോ? അല്ല, ഞാനിത് കേൾക്കൂ. ഒരു മിനിസ്റ്ററെ സംബന്ധിച്ചോളം ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും കൺസേൺഡ് ആയിട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരിൽ എത്തുന്ന എല്ലാ പരാതികളും ടീച്ചറിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മിനിസ്റ്ററുടെ മുമ്പിൽ എത്തണമെന്നില്ല. അത് എന്നെക്കാളും കൂടി ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അവരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോടതി പറഞ്ഞാണെങ്കിൽ അവരുടെ പേര് നടപടി സ്വീകരിക്കുന്ന ആ ബഹുമാനപ്പെട്ട ടീച്ചർ എന്ന മാധ്യമങ്ങളോട് പറഞ്ഞത്. നിങ്ങളൊന്നും മനസ്സിലാക്കിയ ഈ കൊടും കുറ്റവാളിയെ ഒരു നടപടിയും സ്വീകരിക്കാതെ ഇനി പറയുന്ന കൗൺസിലർമാർ ഇപ്പോൾ സർവീസിലുണ്ടോ എന്ന് പോലും അറിയില്ല. അവർ വേറെ വല്ല ജോലിക്കും പോയിട്ടുണ്ടാവും. ഇനി എന്ത് നടപടി സ്വീകരിക്കാനാണ് സർക്കാർ? അവർ ഇപ്പോഴും ആ ജോലി തുടരുന്നുണ്ടോ എന്നാണ് ചോദ്യം. നോക്കൂ റജി, കോടതി ചൂണ്ടിക്കാട്ടിയത് അവരാ പണിക്ക് കൊള്ളത്തില്ല. അവരാ പണിക്ക് കൊള്ളാത്തവരാണെന്നാണ് കോടതി പറഞ്ഞത്. ആ വാക്ക് തന്നെ ഉപയോഗിച്ചത്. ആ പണിക്ക് കൊള്ളത്തില്ല. അവർ ഈ പണി ഇനി ചെയ്യരുത്. അവർ സർക്കാർ സർവീസിലുണ്ടോ, ശമ്പളം പറ്റുന്നുണ്ടോ എന്നുള്ളതല്ല, കൗൺസിലിംഗ് എന്ന പരിപാടിക്ക് അവരെ നിയോഗിക്കരുതെന്നാണ് പറഞ്ഞത്. ഒരു സെന്റൻസ് പറഞ്ഞോട്ടെ. ഞാൻ ടീച്ചറിനെ കോട്ട് ചെയ്യുവാണെന്ന്. എന്താണെന്നറിയോ? ടീച്ചർ പരസ്യമായിട്ട് പറഞ്ഞ കാര്യം എന്താ? അതായത് ഈ കുട്ടിയുടെ ഈ പോലീസ് ഉദ്യോഗസ്ഥരോടും ശിശുക്ഷേമ സമിതിയുടെ ഉദ്യോഗസ്ഥന്മാർ സ്ട്രിക്റ്റ് ആയിട്ട് കൊടുത്തു. 11 വയസ്സ് മാത്രമുള്ള ഒരു പിഞ്ചു കുഞ്ഞാണ്. ആ കുഞ്ഞിനോട് നിങ്ങൾ ചോദിക്കുന്ന പോലീസ് പറ ചോദിക്കരുത്. തിരിച്ചു മറിച്ചും ചോദിക്കുമ്പോൾ കുട്ടിയിൽ നിന്ന് പല ഉത്തരവുകളും കേട്ട്. കാരണം അതിന് സ്റ്റേബിൾ അല്ല അതിന്റെ മൈൻഡ്. നമ്മളായാൽ പോലും പതറിപ്പോവും. അങ്ങനെ ചെയ്യരുതെന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞതിന് ശേഷം ഈ രീതിയിലുള്ളൊരു പരാതി വന്ന് കോടതി ഇപ്പോൾ കോട്ട് ചെയ്തിരിക്കുന്നു. അവരെ പിരിച്ചുവിടണം, അവർക്ക് ഒരു നടപടി സ്വീകരിക്കാനായിട്ട് സർക്കാരിന്റെ അടുത്ത് ശുപാർശ ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ടീച്ചർ പറഞ്ഞു. പ്രശ്നം എന്താ? കോടതി ചൂണ്ടിക്കാട്ടിയിട്ടാണോ പരാതി കിട്ടിയപ്പോൾ അവരെ പിരിച്ചുവിടണമായിരുന്നു? അവർ 5 കൊല്ലം ശമ്പളം വാങ്ങി, അവർ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഏതെങ്കിലും ഇരകളെ അധിക്ഷേപിച്ചുകൊണ്ട്, അസഭ്യം പറഞ്ഞുകൊണ്ട് അധമ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അല്ലല്ല, നിങ്ങൾ അങ്ങനെ പറയരുത്. ഇതൊരു നിയമവ്യവസ്ഥയുള്ള സംസ്ഥാന. ഒരു പരാതി കിട്ടിയ ഒരു ഉദ്യോഗസ്ഥനെ പിരിച്ചുവിടാൻ പറ്റുമോ? അതിൽ തെളിവനുസരിച്ച് സർക്കാർ അന്വേഷിക്കും.
ഇപ്പോൾ വണ്ടർഫുൾ ആയിട്ട് ഒരു ജഡ്ജിമെന്റ് വന്നിരിക്കും. ഞാൻ ആ എഴുതുകൊണ്ട് വായിച്ചതാണ്. അയ്യടാ, എനിക്ക് ഈ കൗൺസിലർമാരുടെ ഈ പ്രവർത്തനമാണ് കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയത് കോടതി കോട്ട് ചെയ്യുന്നത്. സർക്കാർ രേഖയിൽ സർക്കാർ കടലാസിൽ എഴുതി വെച്ച ചോദ്യങ്ങളാണ് കോടതി കോട്ട് ചെയ്തത്. ഇതൊന്നും ആരും കണ്ടിട്ടില്ലേ? നിങ്ങളുടെ പ്രോസിക്യൂട്ടർമാർ കണ്ടില്ലേ? ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടില്ലേ? ക്രൈംബ്രാഞ്ച് മേധാവി കണ്ടില്ലേ? എന്നിട്ട് പിന്നെ നടപടി പരാതി വരുമ്പോൾ നമുക്ക് നോക്കാം, കോടതി പറയട്ടെ അല്ലേ? അല്ലല്ല, കോടതി പറയുന്നതല്ല. ഞാൻ പറഞ്ഞ വക്രീകരിക്കുന്നത്, ഒരു ഉദ്യോഗസ്ഥന്റെ പേര് പരാതി വന്നു കഴിഞ്ഞാൽ അത് അന്വേഷിച്ചിട്ട് പരാതികൾ എത്ര ഉദ്യോഗസ്ഥന്മാർക്ക് വരെ കള്ള പരാതികൾ വരുന്നു. പരാതിയുടെ പ്രശ്നമല്ലേ നിങ്ങളുടെ സംവിധാനം, നിങ്ങളുടെ പ്രോസിക്യൂഷൻ, നിങ്ങളുടെ പോലീസ്, അവരുടെ മേൽനോട്ടത്തിൽ കൗൺസിലർമാർ എന്ന് പറയുന്ന ഈ അധമജീവികൾ 10 വയസ്സായ ഒരു പെൺകുട്ടിയെ വെർബൽ റേപ്പ് ചെയ്തതിന്റെ തെളിവാണെന്ന് ജഡ്ജ്മെന്റിലുള്ളത്. അതിന്റെ പേപ്പറുകൾ മുഴുവൻ നിങ്ങളുടെ മുന്നിലൂടെയാണ് പോയത്. നിങ്ങൾ കാണാത്തതുകൊണ്ടല്ല, മന്ത്രിക്ക് അറിയാത്തതുകൊണ്ടല്ല. നിങ്ങളിപ്പോൾ ശൈലജ ടീച്ചറിനെ ടീച്ചറമ്മ എന്നും പറഞ്ഞ് നിങ്ങൾ വേട്ടയാടുന്നത് ഈ ത്രിതല പഞ്ചായത്തും നിയമസഭാ ഇലക്ഷൻ കണ്ടുകൊണ്ടാണ്. ശിക്ഷിക്കപ്പെട്ട ഒരു കേസിൽ നിങ്ങൾ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കഠിനമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച സർക്കാരിനെയും ആ ടീച്ചറെയും നിങ്ങൾ ആക്ഷേപിച്ചു. ഈ പരാതി മന്ത്രി കണ്ടു എന്ന ചോദ്യത്തിന് മറുപടി ഉണ്ടോ റെജി ലൂക്കോസ്? ആ ചോദ്യത്തിന് മന്ത്രി മറുപടി പറഞ്ഞില്ല. ഈ പരാതി മന്ത്രിയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ടോ? മന്ത്രി കണ്ടിട്ടുണ്ടോ? അങ്ങനെ പരാതി ലഭിച്ചിട്ടുണ്ടോ? ടീച്ചറിന് മുമ്പിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇല്ല എന്ന് പറഞ്ഞൂടെ? ഞാൻ കണ്ടിട്ടില്ല. എന്റെ സ്റ്റാഫ് കണ്ടിട്ടുണ്ടോ? ഞാൻ അന്വേഷിക്കാം. ആ പരാതിയെ കുറിച്ച് മൗനമാണെന്ന് മന്ത്രിക്ക് ഉണ്ടായിരുന്നത്, മുൻ മന്ത്രിക്ക് ഉണ്ടായിരുന്നത്. വേണമെങ്കിൽ ഇന്ന് അവർ പറഞ്ഞൊന്ന് കേൾക്കാം. ഒരു നിമിഷം ശൈലജ ടീച്ചർ പറഞ്ഞൊന്ന് പ്ലേ ചെയ്യൂ. സ്വന്തം നിയോജകമണ്ഡലത്തിലെ ഒരു നിമിഷം ഒന്നും ആ കോടതി വിധിയിലില്ല. എന്നാൽ ഈ പീഡനം നടന്നതിന് ശേഷം കേസ് അന്വേഷണം നടക്കുന്ന സമയം മുതൽ ചില തൽപര കക്ഷികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് കേസന്വേഷണം ശരിയായ രീതിയിൽ നടക്കുന്നില്ല, പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. കേസന്വേഷണം ശരിയായ രീതിയിലാണ് നടന്നതെങ്കിൽ ഈ ഇരയുടെ മാതാവിന് ഹൈക്കോടതിയിൽ പോകേണ്ടി വരില്ലായിരുന്നു എന്നുകൂടി റജി ഓർമ്മിക്കുകയാണ്. ശ്രീ ജബീന ഇർഷാദ്, ഇവിടെ ഇതിന് പിന്നിൽ മുസ്ലിം ലീഗും പിന്നെ SDPI മറ്റേതൊക്കെ പാർട്ടികളൊക്കെയാണെന്നാണ് മന്ത്രി പറയുന്നത്. യഥാർത്ഥത്തിൽ അവിടെ സമരം ചെയ്തവരൊക്കെ കേസ് അട്ടിമറിക്കുകയായിരുന്നു. ഭയങ്കര രസകരമായിട്ട് തോന്നുകയാണ് ഈ വാദങ്ങളും ഇതൊക്കെ. ഒരു 4ാം ക്ലാസ്സുകാരി പെൺകുട്ടി, 10 വയസ്സുള്ള ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട് അത് തുറന്നു മറിഞ്ഞ ഒരു കേസാണിത്. വിധിന്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ കുട്ടിയുടെ എല്ലാ മൊഴിയിലും അവസാനം വരെ, കേസ് ഇപ്പൊ 5-6 കൊല്ലമായി, അവസാനം വരെ ആ പെൺകുട്ടി പറഞ്ഞതിൽ വളരെ കൃത്യതയോടെ പറഞ്ഞിട്ടുണ്ട് പീഡിപ്പിക്കപ്പെട്ടു എന്ന്. ആ ഒരു കേസില് എന്ത് രാഷ്ട്രീയ പാർട്ടികൾ അതിലെന്ത് രാഷ്ട്രീയമാണുള്ളത്? അത് അട്ടിമറിക്കുന്നു രാഷ്ട്രീയം. ഈ പെൺകുട്ടിക്ക് നീതി കിട്ടിയോ എന്നുള്ളതാണ് ഇവിടുത്തെ വലിയൊരു ചോദ്യം. ഇപ്പൊ അത് കിട്ടിയെന്ന് നമുക്ക് ആശ്വസിക്കാം. പക്ഷെ എന്നതുകൊണ്ട് ഇതിന്റെ നാൾവഴികൾ നമ്മുടെ മുന്നിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല. 1ാമത്തെ ദിവസം മുതല് വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ കേസ് എനിക്ക് പലപ്പോഴും വളരെ വിചിത്രമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതിന്റെ ഒരു നാൾവഴികൾ പരിശോധിച്ച് നോക്കുമ്പോൾ 17-ാം തീയതി 2020 മാർച്ച് 17-ന് ഇതിന്റെ FIR ഇട്ടെന്ന് പറയുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ കുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോവുകയും ആ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. പെൺകുട്ടി മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴിയും കൊടുത്തിട്ടുണ്ട് അന്ന് തന്നെ. ഒരു പോക്സോ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇത് മാത്രം മതി പ്രതി അറസ്റ്റ് ചെയ്യാൻ. പക്ഷെ അന്നുണ്ടായതൊന്നും ഞാൻ വിവരിക്കുന്നില്ല. പിന്നീട് ഇങ്ങോട്ട് നടന്നത് ഈ ഏപ്രിൽ 15 വരെ പ്രതി അറസ്റ്റ് ചെയ്യുന്നവരെ നടന്നത് എന്താ? കുട്ടിയെ ഹറാസ് ചെയ്യായിരുന്നു. കുട്ടിയെ ദീർഘനേരം ചോദ്യം ചെയ്യാം. ശരി, കൃത്യമായിട്ട് പറഞ്ഞാലേ മാർച്ച് 19-ന് ചോദ്യം ചെയ്ത് മാർച്ച് 21-ന് മാരത്തോൺ ചോദ്യം ചെയ്യലായിരുന്നു. തലശ്ശേരി DYSPയുടെ ഓഫീസിൽ രാവിലെ 11 മണി മുതൽ 4:30 വരെ കുട്ടിയെ ചോദ്യം ചെയ്യായിരുന്നു. യഥാർത്ഥത്തിൽ ഒരു പോക്സോ കേസിൽ ആദ്യം ഈ പെൺകുട്ടി കൃത്യമായിട്ട് മൊഴി കൊടുക്കുന്നു, വൈദ്യ പരിശോധന നടത്തുന്നു. എന്താ വേണ്ടത്? പിന്നെ പ്രതിയെ തേടി പിടിച്ച് അറസ്റ്റ് ചെയ്യുക വേണ്ടത്. അല്ലാതെ കുട്ടിയെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് നിരന്തരം കുട്ടിയെ എവിടെയൊക്കെ കൊണ്ടുപോയി, തലശ്ശേരി DYSP കുട്ടിയെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് വീണ്ടും ചോദ്യം ചെയ്തു. ഇതൊക്കെ ഏതെങ്കിലും കേസിൽ, ഏതെങ്കിലും പോക്സോ കേസിൽ ഇത് ശരിയാണെന്ന് ആരെങ്കിലും പറയോ? എനിക്ക് അതാ ചോദിക്കാനുള്ളത്. ഇതിന്റെ പിന്നിൽ ആരൊക്കെ അട്ടിമറിച്ചു, ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ അട്ടിമറിച്ചു, അവരട്ടിമറിച്ചു. ഇതില് ജനകീയമായിട്ടുള്ള ഒരുപാട് ജാഗ്രത ഉണ്ടായ ഒരു കേസ് ആയതുകൊണ്ട് കൂടിയാണ് ഇത് വിജയിച്ചത്. അങ്ങനെ തന്നെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും. നിയമ പോരാട്ടം. നിങ്ങൾ ഈ പാലത്തായി കേസിൽ ഇടപെട്ടതുകൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ A to Z അറിയാം. കേരളത്തിൽ എത്ര പോക്സോ കേസുകൾ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കാണില്ല. പക്ഷേ ഇങ്ങനെ ജനകീയ ശ്രദ്ധ, അങ്ങയുടെ വാക്കുകൾ തന്നെ കടമെടുത്താൽ ഈ ജനശ്രദ്ധ കിട്ടാത്ത എത്രയോ ഇരകൾ,
ആത്മഹത്യ ചെയ്ത ഇരകളുണ്ട്. പ്രായപൂർത്തിയാവാത്ത പീഡിപ്പിക്ക പെൺകുട്ടികൾ അതെ, പുറത്തിറങ്ങിയ ശേഷം അതെ. വേട്ടയാടപ്പെട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. പിണറായി വിജയൻ സർക്കാരിന് കഴിയും. അതെ, പോക്സോ കേസില് പോക്സോ കേസിന്റെ ശിക്ഷിക്കപ്പെട്ടത് എടുത്തു നോക്കിയാൽ വളരെ ചുരുക്കം കേസുകളാണ് അങ്ങനെ ഉണ്ടാവുക. ബാക്കി മുഴുവനും ഒന്നുകിൽ ഏതെങ്കിലും രീതിയിൽ വളരെ ലാഗ് ചെയ്ത് പോകുമ്പോൾ ആ കുടുംബമോ അതല്ലെങ്കിൽ അവർ പിൻവലിഞ്ഞു പോകേണ്ട അവസ്ഥ വരും അവരെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒത്തുതീർപ്പാക്കപ്പെടും, അല്ലെങ്കിൽ പ്രതികൾ രക്ഷപ്പെടും, വെറുതെ വിടും. ഇതൊക്കെയാണ് നടക്കുക. ഈ കേസിൽ അങ്ങേയറ്റത്തെ ജനകീയ ജാഗ്രത ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഉള്ളത് തന്നെയാണ്. ഇപ്പൊ നേരത്തെ ഞാൻ അത്ഭുതപ്പെടുകയാണ്, ശൈലജ ടീച്ചറെ വാക്ക് കേൾക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടും. എന്നെ കുറിച്ച് പരാമർശമില്ല എന്നവർ പറയുന്നു. ബഹുമാന്യ മന്ത്രി, പിന്നെ ആരാണ് ആ സമയത്ത് ഓണറബിൾ ചൈൽഡ് വിമൺ ആൻഡ് ചൈൽഡ് വെൽഫെയർ മിനിസ്റ്റർ ആരാണെന്ന് അത് പറയട്ടെ, ആരാണെന്ന്. കോടതി വളരെ കൃത്യമായിട്ട്, അത് എന്ത് വലിയൊരു ഇതാണ് കോടതി ഇട്ടിരിക്കുന്നത് നോക്കി. അതായത് കൃത്യമായി പറഞ്ഞ 2020 സെപ്റ്റംബർ 21 ആ മാതാവ് പരാതി കൊടുത്തിരിക്കുന്നു. ഇന്നേ വരെ അതങ്ങനെ തന്നെ വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്നേ വരെ അത് പെൻഡിങ്ങിലാണ്. ഇന്നേ വരെ ഈ തീയതി വരെ അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പൊ ഇത് ആരാണ് അതൊരു ഉത്തരം പറയേണ്ടത്? അവിടെയാണ് ആ ഉത്തരം പറയുന്നതിന് പകരം ഏതോ തൽപര കക്ഷികൾ, ഞാൻ പറയുന്നു 10 വയസ്സുള്ള, അന്ന് അവൾ കേവലം 10 വയസ്സാണ് ആ പെൺകുട്ടിക്ക്. ആ കുട്ടിക്ക് എന്ത് രാഷ്ട്രീയമാണ് ഉണ്ടാവുക? ഒരു അധ്യാപകനായിട്ടുള്ള ഒരാളെ ഈ രൂപത്തിൽ, അതും ഈ രൂപത്തിൽ നമ്മൾ അതന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ചെറിയ പെൺകുട്ടി ഈ രൂപത്തിൽ ഒരു ആരോപണം ഉന്നയിക്കും, അതിന് പിന്നിൽ രാഷ്ട്രീയം ആരോപിച്ചിട്ട് അതിന്റെ യഥാർത്ഥത്തിലുള്ള വഴികളിലേക്ക് പോകാതിരിക്കുക. ഈ ചർച്ചയിൽ വന്നിരുന്നിട്ട്, മീഡിയ വൺ നടത്തിയ ചർച്ചയിൽ വന്നിരുന്നിട്ട് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് പഴയ ക്ലിപ്പ് എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ആ വീട്ടിലെ കുട്ടിയുടെ ഏറ്റവും അടുത്ത ബന്ധുവിൽ നിന്ന് നേരിട്ട് കണ്ടതുകൊണ്ടാണ് ഈ അന്വേഷണം നടക്കുന്നതിനുള്ളിൽ ഈ മീഡിയ വണ്ണിൽ വന്നിരുന്നിട്ട് ഞാൻ പറഞ്ഞത്. അതായത് കൗൺസിലർമാർ നടത്തുന്നത് കൗൺസിലിംഗ് അല്ല. കുട്ടിയെ വളരെ മോശമായിട്ട് കുട്ടിയോട് വളരെ അശ്ലീലമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇന്ന് വിധിന്യായത്തിൽ ഇവിടെ ജഡ്ജി ഉന്നയിച്ച ആ വാക്കുകൾ ഞാൻ ഇവിടെ ഈ ചർച്ചയിൽ വന്നിരുന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് കൗൺസിലിംഗ് എന്ന പേരിൽ നടപ്പാക്കപ്പെട്ടത്. ആ അതിജീവിതക്ക് നീതി കിട്ടുകയല്ല, ആ അമ്മയുടെ പരാതിക്ക് പരിഹാരം കൊടുക്കുകയല്ല ചെയ്തത്. അത് ആരാണ് ക്രൈംബ്രാഞ്ചിന്റെ IG ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തെ മാറ്റിയതാരാ? ഇവിടുത്തെ ഗവൺമെന്റ് ആണോ മാറ്റിയത്? ഒരിക്കലും അല്ല, ഗവൺമെന്റ് അല്ല മാറ്റിയത്, അത് ഹൈക്കോടതിയാണ്. എവിടെ നിന്നും മറുപടി കിട്ടാത്തപ്പോ ആ മാതാവ്, ആ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത്. അവരാണ് പറഞ്ഞത്. ഹൈക്കോടതി എന്ന് പറഞ്ഞ വാക്കുകൾ നമ്മൾ ഓർമ്മിക്കണം. നിലവിലെ അന്വേഷണ സംഘത്തിലെ ഒരാൾ പോലും ഇതിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞത്. വളരെ ഗൗരവമുള്ളതാണ് ഉന്നയിച്ചത്. അപ്പോഴാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അന്വേഷണ സംഘത്തെ മാറ്റിയിരിക്കുന്നത്. അല്ലാതെ ഇത്രയും ഞങ്ങളൊക്കെ എത്രയോ സമരം ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ ഈ കേസിൽ ഇടപെട്ടിട്ട് ഒരുപാട് പരാതികൾ മുഖ്യമന്ത്രിക്കും ശൈലജ ടീച്ചർക്കും ഒക്കെ അയച്ചിട്ടുണ്ട്. അതൊക്കെ റെക്കോർഡിക്കലായിട്ട് മെയിലും ഒക്കെ ഉണ്ട്. ആ പരാതികളൊക്കെ വളരെ കൃത്യമായിട്ട് ഓരോ വിഷയങ്ങൾ എടുത്ത് പരാതി അയച്ചിട്ടുണ്ട്. ഓരോ സമയത്തും നമുക്കാർക്കും അതിന് മറുപടി കിട്ടില്ല. പക്ഷെ ജനകീയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ കുടുംബത്തെ ഞാൻ വളരെയേറെ അഭിനന്ദിക്കുകയാണ്. ഈ കേസിന് പുറകെ ഇത്ര ശ്രദ്ധയോടെ ജാഗ്രതയോടെ അവർ നടന്നതുകൊണ്ടാണ്, ആ അഭിഭാഷകർ നടന്നതുകൊണ്ടാണ് ഈ കേസിന് ഇങ്ങനെ ഒരു വിധി ഉണ്ടായത്. ഈ കേസിൽ ഒന്നാമത്തെ ദിവസം തൊട്ടിട്ട് ഞാൻ പറഞ്ഞതുപോലെ പല ഇതുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ റെജി ലൂക്കോസ് പറയുന്നതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ചിരി വരുന്നത്. അദ്ദേഹവുമായിട്ട് തന്നെ ഇതുപോലെയുള്ള മീഡിയ വൺ ചർച്ചയിൽ ഞാൻ പലതവണ പങ്കെടുത്തിട്ടുണ്ട്. ഈ IG ശ്രീജിത്തിനെ ഈ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഈ അന്വേഷണ സംഘത്തെ മാറ്റിയിട്ട് പിന്നെന്താ അദ്ദേഹത്തെ ചെയ്തത്? ഈ ഭരണകൂടം എന്താ ചെയ്തത്? ഇടതുപക്ഷ ഗവൺമെന്റ് എന്താ അദ്ദേഹത്തെ ചെയ്തത്? ഞാൻ മനസ്സിലാക്കുന്നത് ക്രൈംബ്രാഞ്ചിന്റെ നോഡൽ ഓഫീസറായിട്ട് നിയമിച്ചിരിക്കുകയാണ് ചെയ്തത്. ഒരു ഉയർന്ന സ്ഥാനമാണ് അദ്ദേഹത്തിന് കൊടുത്തത്. വളരെ കൃത്യമായിട്ട് വേറൊരു പൊളിറ്റിക്സും ഇല്ലാതെ ഒരു 4ാം ക്ലാസ്സുകാരി പെൺകുട്ടി പരാതി പറഞ്ഞ് വളരെ കൃത്യമായിട്ട് മൊഴി കൊടുത്ത ഒരു കേസില് അതിൽ നടപടിയെടുക്കുന്നതിന് പകരം ആ കുട്ടി അപമാനിക്കുന്ന ഒരു വോയിസ് പുറത്തുവിടുക, ഒരു അന്വേഷണ ഉദ്യോഗസ്ഥ നിലയിൽ എത്ര ഗൗരവമുള്ള ഒരു ഇതാണ് ചെയ്തത്. ആ കുട്ടി എത്ര പ്രയാസപ്പെട്ടു. പരാതി പറഞ്ഞതിന്റെ പേരിൽ സാധാരണ നമ്മൾ പറയാറുള്ളത് പോക്സോ കേസിൽ കുട്ടികൾ അത് തുറന്ന് പറയുന്നില്ല, മക്കൾ പറയണമെന്നാണ് പറയാറുള്ളത്. അങ്ങനെയുള്ള ഒരു പെൺകുട്ടി അത് തുറന്ന് പറഞ്ഞപ്പോ പിന്നെ എന്താ ഇവിടെ ഉണ്ടായത്? ആ പെൺകുട്ടിയെ എന്താണ് ഇവിടെ ഒരു കുറ്റവാളിയായിട്ട് ചിത്രീകരിക്കുകയാണ്. പെൺകുട്ടി ഭാവനയിൽ നിന്ന് കാര്യങ്ങൾ ഉണ്ടാക്കുന്നു. ഇതിലൊക്കെ എപ്പോഴെങ്കിലും അത്തരം പരാമർശങ്ങളിലൊക്കെ എപ്പോഴെങ്കിലും ആ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിന്നോ അതുപോലെ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നോ എന്തെങ്കിലും പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പകരം എന്താ ചെയ്തത്? ഞാൻ പല ചർച്ചകളിൽ ഉന്നയിച്ചു. അതായത് ഇത്തരം ഇത്ര വിവാദമായ ഒരു കേസിൽ ഈ ഒരു മോശമായിട്ടുള്ള ഒരു നടപടിയെടുത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു IG, അദ്ദേഹത്തെ പിന്നെ എന്താ ചെയ്തിരിക്കുന്ന? സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണിത്? വലിയൊരു സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ അന്ന് അതിനെക്കുറിച്ച് എതിർത്തിരുന്നു. ഈ കൗൺസിലിങ്ങിനെ കുറിച്ച് ഞങ്ങൾ എതിർത്തിരുന്നു. അവർക്കെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇന്നേ വരെ നടപടി എടുത്തിട്ടില്ല.
എന്താണ് ഇതിൽ എന്താ പറയാനുള്ളത്? എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വിഷയത്തെ കുറിച്ച് ഞാൻ ആ പെൺകുട്ടിയെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ആ പിണറായി പെൺകുട്ടി വിജയൻ ഇതൊക്കെ സർക്കാരിന്റെ തരണം കാലത്തെ ചെയ്തത്? പോലീസിനെ കുറിച്ച് പലർക്കും പരാതികളുണ്ട്. പക്ഷേ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തെ ശിശുക്ഷേമ വകുപ്പിനെ കുറിച്ചുള്ള പരാതികൾ എന്തൊക്കെയാണ് ഉയർന്നു വന്നത് പലരും മറന്നുപോയിട്ടുണ്ടാകും. അതും ഓർത്തെടുക്കേണ്ടത് ഈ ഘട്ടത്തിൽ അനിവാര്യമാണ്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, അങ്ങ് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള പോക്സോ കേസുകളുടെ കൺവിക്ഷൻ റേറ്റിനെ കുറിച്ച് അങ്ങ് ബോധ്യവാനാകും. എന്തുകൊണ്ടാണ് ആ കൺവിക്ഷൻ റേറ്റ് കുറയുന്നത് എന്ന് അങ്ങ് അന്വേഷിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് MK മുനീറാണെന്ന് ശിശുക്ഷേമ മന്ത്രി. നിർഭയ സംഭവത്തെ തുടർന്ന് സംസ്ഥാനത്തെമ്പാടും നിർഭയ ഹോമുകൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ പോക്സോ കേസുകൾ പെടുന്ന കുട്ടികളെയും ലൈംഗികമായി അതിക്രമിക്കപ്പെടുന്ന സ്ത്രീകളെയും പുനരധിവസിപ്പിച്ചുകൊണ്ട് ആ കേസ് തീരുന്നതുവരെ അവർക്ക് സംരക്ഷണം ഏർപ്പെടുന്ന സംവിധാനമായിരുന്നു. ആ നിർഭയ ഹോമുകൾ ഇന്നില്ല. അത് എന്തുകൊണ്ട് ഇല്ലാതാക്കിയെന്ന് ചോദിച്ചാൽ അതിന് മറുപടിയില്ല സർക്കാരിന്. ഇന്ന് ഈ ഇരകളാക്കപ്പെടുന്ന കുട്ടികളും സ്ത്രീകളും എങ്ങോട്ടാണ് പോകുന്നത്? ആ പരാതിക്കാർ, സാക്ഷികൾ, ഒന്നാം സാക്ഷി എന്ന നിലയിൽ അവരെവിടെയാണ് ജീവിക്കുന്നത്? കുട്ടികളുടെ കാര്യത്തിൽ സ്പെഷ്യലായിട്ടും ഇവരെ പീഡിപ്പിക്കുന്നവർ, ആക്രമിക്കുന്നവർ അവരുടെ ബന്ധുക്കളോ അയൽവാസികളോ അധ്യാപകരോ ഒക്കെയാണ്. ഈ കേസ് നടക്കുമ്പോൾ, വിചാരണ നടക്കുമ്പോൾ, അന്വേഷണം നടക്കുമ്പോൾ ഈ കുട്ടികൾ ഈ പ്രതികളുടെ മുമ്പിലാണ്, കൺമുമ്പിലാണ് ജീവിക്കുന്നത്. അവരെ ഭീഷണിപ്പെടുത്തി സമ്മർദ്ദത്തിലാക്കി മൊഴി മാറ്റിക്കുന്ന നിരവധി കേസുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇത്രയും ഗുരുതരമായ കൃത്യവിലോപം UDFന് പോലും ഒരു പ്രശ്നമല്ല. അസംബ്ലിയിലൊന്നും ഈ പോക്സോ കേസുകൾ, വാളയാർ കേസ് വന്നിട്ടുണ്ട്, ശരിയാണ്. ഈ പോക്സോ കേസുകൾ അട്ടിമറിക്കുന്നത് അസംബ്ലിയിൽ പോലും പരാമർശിക്കപ്പെടാറില്ല. നിങ്ങൾക്കും ഒരു രാഷ്ട്രീയ പ്രശ്നമല്ലേ ഇത്? അത് പറഞ്ഞത് തെറ്റാണ്. ഈ പോക്സോ കേസുകൾ, അതായത് UDFന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള ഇത്തരം കേസുകളൊക്കെ തന്നെ അസംബ്ലിയിലും പ്രക്ഷോഭങ്ങളിലുമൊക്കെ UDF സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ UDFന്റെ ഗവൺമെൻറ് കാലത്താണ് നിർഭയ കേസ് വന്നതിന് ശേഷം ഡോക്ടർ MK മുനീറാണ് എല്ലാ പ്രൊട്ടക്ഷനും കൊടുക്കുന്നുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോയത്. അതിനുശേഷം കഴിഞ്ഞ 10 വർഷമായിട്ട് CPMന്റെ പ്രശ്നം CPMക്കാരായ പ്രതികളെ മാത്രമല്ല പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, അവർക്ക് BJPക്കാരായ പ്രതികളെ കൂടെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ പരിപൂർണമായും പോക്സോ കേസിലെ പ്രതികളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം റജിയോട് ഞാൻ ചോദിക്കുകയാണ്. 21/9/2020 ഈ കുട്ടിയുടെ, ഈ വിക്ടിമിൻ്റെ ഉമ്മ മന്ത്രിക്ക് പരാതി കൊടുത്തത്. മന്ത്രി പറഞ്ഞല്ലോ, അവരുടെ മണ്ഡലത്തിൽ തന്നെയുള്ള സംഭവത്തിൻ്റെ പരാതിയാണ്, അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള ഒരു വോട്ടറുടെ പരാതി. രാജ്യത്ത് ഇവിടെ വലിയ സെൻസേഷനായിരിക്കുന്ന ഒരു ഇഷ്യൂ. ആ പരാതിയുടെ കോപ്പി മന്ത്രിക്ക് നേരിട്ട് കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ റിപ്പറ്റീഷൻ കൊടുത്തയാളാ. അതിനകത്ത് ആ പരാതിയുടെ കോപ്പി ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ പരാതി മന്ത്രി കാണാൻ സാധ്യതയില്ല. പിന്നെ ആക്ഷൻ എടുക്കുമ്പോൾ കുറെ കാലം എടുക്കുമെന്ന് 5 കൊല്ലം കൊണ്ട് ആ പരാതിയിൽ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ടോ ആ മന്ത്രി? അതിനുശേഷം വന്ന മന്ത്രി ടച്ച് ചെയ്തിട്ടുണ്ടോ? എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ന്യായീകരിക്കാൻ കഴിയുന്നത്? ഇനി നിങ്ങൾ പറഞ്ഞില്ലേ ഇൻവെസ്റ്റിഗേഷനെ കണ്ട് സ്റ്റേറ്റ് പോലീസ് ചെയ്തതാണെന്ന്. നിങ്ങൾ നോക്കിയോ, WPC 21/648/2020 അതിനകത്ത് 4ാം പ്രതി ആരാന്നറിയോ? ആ കേസ് കൊടുത്തിരിക്കുന്ന വിക്ടിമിന്റെ ഉമ്മ. 4ാം പ്രതി S. ശ്രീജിത്ത് IPS പേഴ്സണൽ കപ്പാസിറ്റിയിൽ. എന്നിട്ട് കൊടുത്തിരിക്കുന്ന പ്രയർ എന്താണെന്നറിയോ? ഒരു പ്രത്യേക ഏജൻസിയെ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉണ്ടാക്കണം, അതിൽ നിന്ന് ഈ 4ാം പ്രതിയായിട്ടുള്ള ശ്രീജിത്തിനെ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രയർ കൊടുത്തു. ആ ജഡ്ജ്മെന്റ് വായിച്ചു നോക്കണം. എന്നിട്ട് അതിനുശേഷം അതിനകത്ത് ഗവൺമെന്റ് അവസാനം വാദം എല്ലാം കഴിച്ചിട്ട് പറഞ്ഞത്, ഞങ്ങൾക്ക് പുതിയ പ്രത്യേക ഏജൻസി ഏൽപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒബ്ജക്ഷൻ ഇല്ലാന്ന്. കൊടുക്കാമെന്നല്ല പറഞ്ഞു, ഒബ്ജക്ഷൻ ഇല്ല. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, കുട്ടിയുടെ ഉമ്മ പറയുന്നു ഇയാൾ അപകടകാരിയായ ഓഫീസറാണ്, ഇയാൾ അതിനകത്തുനിന്ന് മാറ്റണമെന്ന് പറഞ്ഞു. ഉടനെ കോടതി അവരോട് ചോദിക്കുന്നു, അത് മാറ്റാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. അല്ല, കുട്ടിയുടെ അമ്മ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അതും മാറ്റാം. അതായത് ഈ പെറ്റീഷൻ ഹൈക്കോടതിയിൽ കൊടുത്തില്ലായിരുന്നു എങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഇത് തേച്ച് മാച്ച് കളഞ്ഞേനെ. അങ്ങനെ പറഞ്ഞ ഒരു കേസിലാണ് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ കറക്റ്റായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പോലീസിന് കൊടുക്കുന്ന ഒരു മെഡലാണ് ഈ ജഡ്ജ്മെന്റ് എന്ന ഈ ഓർഡർ എന്നാണ് ഇന്ന് മന്ത്രി വന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ന്യായീകരിക്കുന്നതിന് എന്തെങ്കിലും ന്യായം വേണം. ഒന്നുമില്ലാതെ വന്നിട്ട് എന്താണോ അതിൻ്റെ കണ്ടന്റ് ഘടകവിരുദ്ധമായിട്ട് ഇത് ആ ടീച്ചർ പറയുന്ന കേൾക്കുമ്പോഴേ ഭയങ്കര വിശ്വാസ്യതയുള്ള കാര്യമാണെന്ന് തോന്നുന്നു. 2024 ഈ കുട്ടികളെ പീഡിപ്പിച്ച ഈ നരാധമന്മാർക്ക് വേണ്ടി നിലപാടെടുത്ത ഈ മന്ത്രിയൊക്കെ അമ്മമാരിരുന്ന് പാട്ട് പാടിയിട്ട് ഇലക്ഷൻ വോട്ട് പിടിക്കുന്ന ഞാൻ കണ്ടു. ഞാൻ അവരോടൊക്കെ പറയുകയാണ്, ഇത്തരം ആളുകളുടെ ഈ കള്ളക്കണ്ണീരുണ്ടല്ലോ, ഇത്തരം ആളുകൾ കാണിക്കുന്ന ഇതിനെ നമ്മൾ തിരിച്ചറിയേണ്ട സമയമായിട്ടുണ്ട്. ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. അതൊരു അമ്മയാ. ആ അമ്മയ്ക്ക് 10 വയസ്സുള്ള കുഞ്ഞിന്റെ വേദന മനസ്സിലാക്കണ്ടേ? ആ കുട്ടിയോട് പറഞ്ഞ വാക്കുകൾ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഈ കൗൺസിലർമാര്. നമുക്ക് ഇവിടെ പറയാൻ കൊള്ളാവുന്നതല്ല. 10 വയസ്സുള്ള ഒരു സംവിധാനം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. നോക്കൂ, ഈ നിയമിക്കപ്പെട്ട കൗൺസിലർമാർ ആരാണ്?
ഇന്ന് കോടതി തന്നെ ചോദിക്കുന്നുണ്ട്, അവർ ആ പണിക്ക് കൊള്ളത്തില്ല എന്ന് പറയുന്നുണ്ട്. അവർ പ്രൊഫഷണലുകളാണോ, അതല്ല പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണോ? ഇനി മറ്റൊരു കാര്യം, അർദ്ധ ജുഡീഷ്യൽ അധികാരങ്ങളുള്ള ഒരു സംവിധാനമാണ് CWC, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന അതിൻ്റെ അംഗങ്ങൾ ആരാണ്? ഓരോ ജില്ലയിലും എല്ലാം പാർട്ടിക്കാരാണ്. നിങ്ങൾക്കതും പ്രശ്നമായിരുന്നില്ല, നിങ്ങൾ അതിനെ എതിർത്തിട്ടില്ല. അങ്ങനെ CWCയുടെ ബൈലോയിൽ തന്നെ അത് എങ്ങനെ രൂപീകരിക്കണമെന്ന നിയമത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ് പാടില്ല, അതിൽ എക്സ്പേർട്സ് ആയിരിക്കണം അതിൽ വരേണ്ടത്, കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിച്ച ആക്ടിവിസ്റ്റുകളായിരിക്കണം അതിൽ വരേണ്ടത്. വന്നതോ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം, പാർട്ടിയുടെ അഭിഭാഷക സംഘടനയുടെ നേതാവ്, ഇങ്ങനെയൊക്കെയാണ് വന്നത്. വാളയാർ കേസ് ഓർമ്മയുണ്ടോ? CWC ചെയർമാൻ തന്നെ ആ കേസിലെ പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരായി. ഇതിനെയൊക്കെ മറികടക്കുന്നത് എങ്ങനെയെന്ന് അറിയാമോ? അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി ഒരു അപ്പോയിന്റിംഗ് അതോറിറ്റി വെക്കും. ആ ഡോക്ടർ MK മുനീറിന്റെ കാലത്ത് ജുവനൽ ജസ്റ്റിസ് ബോർഡിലേക്കും CWCയിലേക്കും അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചു, ഹൈക്കോടതി ജഡ്ജിന്റെ രൂപത്തിൽ. ആ കമ്മിറ്റിയുടെ ഒരു അംഗമായിരുന്നു ഞാൻ. അവിടെ വെച്ച് തന്നെ മിനിസ്റ്റർ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ക്വാളിറ്റി അല്ലാത്ത ഒരു ക്രൈറ്റീരിയ അതിനകത്ത് ഉണ്ടായിരുന്നു, കുട്ടികളുടെ വിഷയമാണെന്ന് പറഞ്ഞു. ഞങ്ങളൊരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു, ക്വാളിറ്റി ഉള്ള ആളുകളുടെ ലിസ്റ്റ്. ഈ ഗവൺമെൻറ് മാറുന്ന സമയത്താണ് ഇത് ഉണ്ടാകുന്നത്. അത് പിടിച്ചു വെച്ചിട്ട് ആ ലിസ്റ്റ് മരവിപ്പിച്ചിട്ട് പുതിയതെടുത്ത് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. എന്നിട്ട് അവരെന്ത് ചെയ്യും? അവരും ഒരു അപ്പോയിൻറ്റിംഗ് അതോറിറ്റി ഉണ്ടാക്കും. അപ്പോയിൻറ്റിംഗ് അതോറിറ്റി ക്രൈറ്റീരിയ പറയും. ആ ക്രൈറ്റീരിയ എല്ലാം ഫുൾഫിൽ ചെയ്തവരാണ് ഇവർ എന്ന് പറയും. ഇവിടെ സംഭവിച്ചത് എന്താണെന്നറിയോ? ഈ പറഞ്ഞ കൗൺസിലർമാരെ ഞാൻ പറയുന്നു, നിങ്ങൾ കുറിച്ച് വെച്ചോളൂ, ഈ പണി, അതായത് പത്മരാജനെ രക്ഷിക്കുക എന്നുള്ള പണി പറഞ്ഞ് ഏൽപ്പിച്ച് വിട്ടത് ഇവർ തന്നെയാണ്, ഗവൺമെൻറ് ആളുകൾ തന്നെയാണ്. അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ചുമതല ഈ ഗവൺമെൻറ്റിൻ്റെ ആളുകൾക്ക് തന്നെയാണ് എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം, അല്ലെങ്കിൽ ഈ 5 കൊല്ലം അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അവരോടൊരു കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്നു ഈ ഗവൺമെൻറ് മന്ത്രി, അവരോടൊരു കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്നു പിന്നീട് വന്ന മന്ത്രി. അങ്ങനെ കാണിക്കുന്നുവെങ്കിൽ എന്നിട്ട് എന്താ പറയുന്നത്? ലീഗിനെതിരെ പറയുന്നോ? ലീഗ് എന്താ ചെയ്തത്? ലീഗ് ഇതുവരെ ആ കേസ് കണ്ടസ്റ്റ് ചെയ്ത് ഞങ്ങളൊരു ബാറ്ററി ഓഫ് ലോയേഴ്സ് ഇതിൻ്റെ പുറകിൽ നിന്ന് പണിയെടുത്തിട്ടാണ് ഈ കേസ് രൂപത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുവരാൻ പറ്റിയത്. ഞങ്ങൾ അവരുടെ കൂട്ടത്തിൽ മാത്രമായിരുന്നു, അവർക്ക് നല്ല ബോധ്യമുണ്ട്. എന്നിട്ട് ലീഗിനെതിരെ ആരോപണം ഉന്നയിച്ചെന്താ? ലീഗ് പത്മരാജനോട് യാതൊരു മൃദു സമീപനവും സ്വീകരിക്കാൻ തയ്യാറല്ല, കൺവിക്ഷൻ വേണമെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ലീഗൽ ഫൈറ്റ് നടത്തി. ആ ലീഗൽ ഫൈറ്റ് നടത്തിയത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അക്യൂറ്റഡ് അവർ ആഗ്രഹിക്കുന്നുണ്ടാകും. അതാണ് ലീഗിനെതിരെയുള്ള പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ കൺവിക്ഷൻ ഒരു വക്കീൽ എന്നുള്ളതിലേക്ക് ഞാൻ പറയുകയാണ്, ഇങ്ങനത്തെ മോശം പ്രോസിക്യൂഷൻ, ഇങ്ങനത്തെ മോശം ഇൻവെസ്റ്റിഗേഷൻ ഫൈനൽ റിപ്പോർട്ട് എടുത്തു വെച്ചിട്ട് ഈ കൺവിക്ഷൻ കിട്ടിയാൽ പോലും ഞങ്ങൾക്ക് ഭീതിയുണ്ടെന്നേ. ഈ കൺവിക്ഷൻ കിട്ടുമ്പോഴും ഇത് മുകളിലേക്ക് എടുക്കുവാണല്ലോ ഇവർ. മുകളിലേക്ക് എടുക്കുമ്പോൾ ഈ പറഞ്ഞ ലാപ്സസ് ഒക്കെ ഉള്ള ഫൈനൽ റിപ്പോർട്ടാണെന്നുള്ളതിൻ്റെ ഭീതി ഞങ്ങൾക്കുണ്ട്. പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇവർ കോടതിയിൽ ഇനി നിലപാടെടുക്കും. അവിടെ ഞങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ടി വരും. ഇത് നല്ല ഒരു ഫൈനൽ റിപ്പോർട്ടിൽ, നല്ലൊരു ചാർജ് ഷീറ്റിൽ നല്ല രീതിയിൽ പ്രോസിക്യൂഷൻ നടത്തി നല്ലൊരു കൺവിക്ഷൻ മേടിക്കാൻ എല്ലാ വക്കീലന്മാരും ഹാപ്പി ആയിരിക്കും. ഒരു മോശം ഫൈനൽ റിപ്പോർട്ടിൽ ഡിഫാക്ടോ കംപ്ലൈൻറ്റിന് വേണ്ടി നമ്മൾ ഡിഫെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് വളരെ വലുതാണ്. ഇത് പ്രതിക്ക് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്ത രേഖകൾ അതിനകത്തിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഫൈനൽ റിപ്പോർട്ട് വെച്ചിട്ട് ഇപ്പോൾ ഒരു കൺവിക്ഷൻ വന്നിരിക്കുന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും സ്റ്റേജിൽ പ്രതി രക്ഷപ്പെട്ടു പോകാനുള്ള എല്ലാ സാധനങ്ങളും അതിനകത്ത് വെച്ചു കൊടുത്തിട്ട് IG ആയിരുന്ന ശ്രീജിത്ത്, അദ്ദേഹത്തിന് ഇന്ന് ഞാൻ ഇപ്പോൾ TV യിൽ കണ്ടു, ശബരിമലയിലെ ഡ്യൂട്ടിയിലോ മറ്റോ ഇരിക്കുകയാണ്. എല്ലാവരും പ്രൊട്ടക്റ്റഡ് ആണ്. ആർക്ക് വേണ്ടിയിട്ടാണിത്? ഇവർ തമ്മിലുള്ള അവിശുദ്ധ ബന്ധമുണ്ട്. അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. BJPക്കാരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് CPMന്റെ ഉത്തരവാദിത്വമായിട്ട് മാറിയിരിക്കുന്നു. എന്തിനു വേണ്ടിയാണെന്ന് നമുക്കറിയില്ല. അതിനകത്തൊരു പൊളിറ്റിക്കൽ ലക്ഷ്യമുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. ഈ പ്രൊട്ടക്ഷൻ അവർ നിർത്തണം. ഇനിയെങ്കിലും കുട്ടികളോടെങ്കിലും മര്യാദ കാണിക്കൂ, സ്ത്രീകളോടെങ്കിലും മര്യാദ കാണിക്കൂ. അതാണ് പ്രശ്നം. BJPയുമായി കോംപ്ലിസിറ്റി ഉണ്ടാകുന്നതിനേക്കാൾ അപകടമാണ് കുട്ടികൾക്കെതിരെയുള്ള കേസുകൾ, കുട്ടികൾക്ക് വേണ്ടിയുള്ള കേസുകളിൽ നടക്കുന്ന അട്ടിമറി. അത് അവർക്ക് ശബ്ദിക്കാൻ കഴിയില്ല, അവർക്ക് വേണ്ടി മറ്റുള്ളവർ ശബ്ദിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അതിലേറ്റവും ഗുരുതരമായ പ്രശ്നം. ശ്രീ രജി ലൂക്കോസ്, പോക്സോ കേസുകളിൽ നാഷണൽ ആവറേജ് 12%, കേരളത്തിൽ 4%. 10 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണനേട്ടമായിട്ട് എഴുതി വയ്ക്കാം നിങ്ങൾക്ക്. അതിന് കാരണം എന്താണെന്നറിയാമോ? ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികളിൽ ഇപ്പോൾ ഇരിക്കുന്നത് ആരാണെന്ന് നോക്കുക, ഒക്കെ സഖാക്കളാണ്. അങ്ങനെ സഖാക്കളെ കൂടി ഇരുത്താനുള്ള ഒരു സംവിധാനമല്ല ഇത്. കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ ഇരുത്തേണ്ടതാണ്. അങ്ങനെ ഇരുത്തിയില്ലെങ്കിൽ വാളയാർ കേസിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരാക്കിയതുപോലുള്ള സംഭവം ഉണ്ടാകും. എങ്ങനെ കേസ് അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളതിന് സിസ്റ്റമിക് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ നമുക്ക് കാണാൻ കഴിയും 10 വർഷത്തെ പിണറായി വിജയൻ ഭരണത്തിൽ. അതിൻ്റെ തെളിവാണ് പാലത്തായി, അതിൻ്റെ തെളിവാണ് വാളയാർ. പേരില്ലാത്ത ഒരുപാട് കേസുകൾ, ആത്മഹത്യ ചെയ്തപ്പെട്ട ഇരകൾ ഈ 10 കൊല്ലമുണ്ട്. മറുപടി പറയേണ്ടി വരും, കണക്ക് പറയേണ്ടി വരും പിണറായിക്ക്. അജിംസ, ദയവായി എന്നെ മറുപടി പറയാൻ അനുവദിക്കണം. അതായത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുഹമ്മദ് ഷാ, അദ്ദേഹത്തിൻ്റെ അജണ്ട എന്താണെന്ന് ഞാൻ ആദ്യം ആരോപിച്ചത് വസ്തുതാനിഷ്ഠമായിട്ട് അദ്ദേഹം തുറന്നു പറഞ്ഞു. നിങ്ങൾ RSSും BJPയുമായിട്ട് പിണറായി വിജയൻ സർക്കാരിന് അവിഹിത ബന്ധമുണ്ടെന്നും അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുക്കിയ ഒരു ചർച്ചയാണ് ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ ആദ്യമേ തന്നെ ആരോപിച്ചിരുന്നു.
അതിന് നിങ്ങൾ കരുവാക്കാൻ ശ്രമിച്ചത് പ്രിയപ്പെട്ട ശൈലജ ടീച്ചറെയാണ്. ശൈലജ ടീച്ചറെ നിങ്ങൾ ഏതെല്ലാം രീതിയിൽ ആക്രമിക്കുന്നു, അത് LDFന് ഡാമേജ് ആവുമെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ഈ ചർച്ച നിഷ്പക്ഷമതികളായിട്ടുള്ള കേരളത്തിലെ ജനങ്ങളെ കയ്യടിയോട് സ്വീകരിക്കും. കാരണം എന്താ അറിയോ, നിങ്ങൾ ഈ ചർച്ച എന്താണെന്ന് അവർക്ക് മനസ്സിലായി. ഇനി ഒരു കാര്യം പറയാം, കഴിഞ്ഞ ദിവസം ഇയാൾ കുറ്റക്കാരനാണെന്ന് പറഞ്ഞു, ഇന്ന് ശിക്ഷ വിധിച്ചു. നിങ്ങൾക്കറിയോ, ഇൻ ബിറ്റ്വീൻ ഈ 3-4 ഡേയ്സിനുള്ളിൽ ആ കുടുംബം ഇതിനെക്കുറിച്ച് നെഗറ്റീവായിട്ടൊരു വാക്ക് പോലും മാധ്യമങ്ങളിൽ പറഞ്ഞിട്ടില്ല. അവർ ടീച്ചറെ 3 തവണ അവരെ അമ്മാവൻ വിളിച്ച് അഭിനന്ദിച്ചു. ടീച്ചറുടെ കൃത്യമായ ഇടപെടൽ കൊണ്ടാണ് ഇവനെ അകത്താക്കിയെന്ന് പറഞ്ഞു. ജഡ്ജ്മെന്റിൽ കോടതി പിണറായി വിജയനും കേരള സർക്കാരിനും കേരള പോലീസിനുമുള്ള താമ്രപത്രമാണോ എഴുതി വെച്ചിരിക്കുന്നത് റജി ലൂക്കോസ്? അല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ അജിംസിന് പൊള്ളി. ഞാൻ ഇതിന്റെ വസ്തുത അല്ല, നിങ്ങൾ എനിക്ക് പൊള്ളിയത് ശബ്ദമില്ലാത്ത കുഞ്ഞുങ്ങളുടെ കേസിൽ നിങ്ങളുടെ സർക്കാർ പ്രതികളോടൊപ്പം ചേർന്ന് അവരെ വേട്ടയാടി എന്നുള്ള പ്രശ്നമാണ്. നിങ്ങളുടെ രാഷ്ട്രീയമൊക്കെ നിങ്ങൾ തമ്മിൽ തീർത്തോളൂ, എന്റെ പ്രശ്നം അത് മാത്രമാണ്. അങ്ങനെയാണെന്നുണ്ട് അയാളിപ്പോ പുറത്തിറങ്ങിയാലായിരുന്നോ? BJP RSSന്റെ ഭാഗത്തുകൊണ്ട് അയാൾ പുറത്തിറങ്ങി സർക്കാർ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കേസിന് അട്ടവറിക്കാൻ വളരെ ഈസിയാണ്. നിങ്ങൾ ഇവര് പറഞ്ഞല്ലോ ഞാൻ സർക്കാരിന് വീഴ്ച ഉണ്ടെന്നുള്ള തെളിവായിട്ടും ഞാൻ റജിയുടെ മുമ്പിൽ ഒരു കാര്യം പറഞ്ഞു. ചൈൽഡ് വെൽഫെയർ ഈ കഴിഞ്ഞ 10 വർഷം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളും അതിന്റെ ചെയർമാനുമായി നിങ്ങൾ നിശ്ചയിച്ചത് ആരെയാണ്? റജിയെ പോലുള്ള പാർട്ടി ലോക്കൽ നേതാക്കളെ, മറ്റാരെയാണ്? ഒരു എക്സ്പെർട്ടിനെ നിങ്ങൾ കാണിച്ചതാ. ഇത് കേൾക്കൂ, അരി എന്ന് പറയുന്നത് ഇപ്പോൾ പയറഞ്ഞാഴി സാറിന് ഞങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് കേസിൽ അട്ടിമറിക്കുന്നതിനുള്ള തെളിവായിട്ടാണ് ഞാൻ പറയുന്നത്. അത് തന്നെയാണ് നിങ്ങൾ പ്രതികൾക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകരെ പിടിച്ച് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ചെയർമാനാക്കുന്നു. വാളയാർ കേസിൽ നീതി നിഷേധിക്കപ്പെട്ടത് അങ്ങനെയാണ്. അല്ല, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ചെയർമാൻമാരെ ഇപ്പൊ BJP കോൺഗ്രസ് മുസ്ലിം ലീഗ് എന്തായാലും ഞങ്ങൾ അപ്പോയിന്റ് ചെയ്യാം. അതൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ടാണ് ഇവിടെ നീതി കിട്ടുന്ന കുട്ടികൾക്ക്. നേരത്തെ ആ കേസിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരാവുന്ന അഭിഭാഷകരാവരുത് ശ്രീ റജി ലൂക്കോസ്. നിങ്ങൾ അതും ചെയ്തു. വാളയാർ കേസിലെ പ്രതികൾക്ക് വേണ്ടി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ കോടതിയിൽ ഹാജരായി. കോടതി അത് കൈയോടെ കണ്ടെത്തി, രേഖപ്പെടുത്തി വെച്ചു. അങ്ങനെയാണ് അത് പുറലോകം അറിഞ്ഞത്. അല്ല, അവസാനം കോടതി പറഞ്ഞ കാര്യങ്ങൾ കോടതി ഒന്നും പറഞ്ഞില്ല. ഈ കാര്യത്തിൽ എന്ത് പറഞ്ഞു? അവസാനം സർക്കാരിനെ പ്രതിഷേധത്തെ തുടർന്ന് മാറ്റി നിർത്തേണ്ടി വന്നു. എന്നിട്ടും നിങ്ങൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ രാഷ്ട്രീയക്കാരെ തിരികെ കയറ്റുന്നു. രാഷ്ട്രീയക്കാരെ തിരികെ കയറ്റാനുള്ള വേദിയല്ല കുഞ്ഞുങ്ങളുടെ അവകാശം സംരക്ഷിക്കാനുള്ള ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി. അവിടെ എക്സ്പെർട്ടുകൾ വേണം, കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കർ വേണം. ബാലസംഘത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളത് ആകരുത്. പ്രിയപ്പെട്ട അജിംസെ, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗമാകാനുള്ള യോഗ്യത. പ്രിയപ്പെട്ട അജിംസെ, ഒരു കാര്യം പറയാനും സമ്മതിക്കേ, വീഡിയോ കൊണ്ട് അത്യാവശ്യം സമയം തരുന്നതാണല്ലോ. അജിംസെ, പാലത്തായി കേസിൽ വിചാരണ ചെയ്ത് ടീച്ചറിനെ അഴുക്കി പെറുക്കി ഭരണത്ത് വെക്കാൻ ശ്രമിച്ച് നിങ്ങൾ ഇപ്പോൾ റൂട്ട് മാറ്റി കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കും നിങ്ങൾ നേരെ പരാതി കിട്ടിയോ എന്ന് ടീച്ചർ പറഞ്ഞോ? ആ പരാതി 5 വർഷം മുമ്പ് ടീച്ചറുടെ കയ്യിൽ കിട്ടിയോ ഇല്ലേ അത് പറ. അങ്ങനെ ഒരു പരാതി കണ്ടോ, കണ്ടില്ലേ? എന്ത് നടപടി സ്വീകരിച്ചു കൗൺസിലർമാർക്കെതിരെ? എനിക്ക് I humbly request you, please give me 50 minutes. ഒരു ബഹുമാനപ്പെട്ട ഷാ, എൻ്റെ നല്ലൊരു സുഹൃത്ത്, എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളുമാണ്. ഞാൻ അദ്ദേഹത്തിനോട് ഒറ്റ ചോദ്യം, അതേ ഇപ്പോൾ ഇവിടെ BJP RSSുമായിട്ട് ഇവർ കൂട്ടുകെട്ടുണ്ട്, ദയവായി അത് ഒഴിവാക്കി ഈ കുഞ്ഞുങ്ങളിൽ രക്ഷപ്പെടുത്തുന്നത് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷായോട് വെച്ച് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിനോട് ഒരു ഓഡിയോ കേരളത്തിലെ പ്രശസ്തമായ 2 മാധ്യമങ്ങളുടെ പുറത്ത് വന്നു കഴിഞ്ഞ 8 ദിവസങ്ങൾക്ക്. ആ ഓഡിയോ എന്താ അറിയോ? PMSL എന്ന് പറയുന്നത് ഇവരുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. അദ്ദേഹം വേറെ കാര്യം പറഞ്ഞു, അത് വിവാദമായി, അത് അവർക്ക് പ്രശ്നമായി. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പറഞ്ഞ ഓഡിയോ എന്നാ അറിയോ? ഒരു പ്രവർത്തകനോട് പറയാം, ഒരു ലോക്കൽ നേതാവിനോട്, നീ എവിടെയാണ് BJP നമ്മളെ സഹായിക്കാൻ തയ്യാറായി നിൽക്കുന്നത്, അവരോട് സംസാരിക്കാൻ ഞാൻ അവിടെ വരുമെന്ന് പറഞ്ഞു. കോലിവി എന്ന് പറഞ്ഞ ആവർത്തനം അദ്ദേഹത്തിന് നിഷേധിക്കാൻ പറ്റും. അപ്പം നിങ്ങളാണ് ഈ ഒളിഞ്ഞും തെറിഞ്ഞ് കൂട്ടുകെട്ടുണ്ടാക്കുന്നത്. ഏറ്റവും ഇപ്പോൾ തന്നെ ഉണ്ടാക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ കോഴിക്കോട് സംഭവിച്ചത് എന്താ? ഞാൻ അതൊന്നും ഈ രാഷ്ട്രീയപരമായിട്ട് ഇതിനകത്ത് എടുത്തിടാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൽ പ്രതികരിച്ചവരൊക്കെ എൻ്റെ ആത്മസുഹൃത്തുക്കളാണ്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ഈ ചർച്ചയെ കൊണ്ടുവരാൻ കാരണം എന്തുകൊണ്ടാണ്? നിങ്ങൾ ടീച്ചറെ പിടിച്ചു, ടീച്ചറാണ് ഏറ്റവും വലിയ കുറ്റവാളി എന്ന് പറഞ്ഞു. ഈ ടീച്ചർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ബൈറ്റ് ഞാൻ ടീച്ചറോട് നേരിട്ട് സംസാരിച്ച, ടീച്ചറെ ഞാൻ ചർച്ചയിൽ പോവാ. ടീച്ചർ പറഞ്ഞു, റജി ഞാനൊരു ലിങ്ക് അയച്ചില്ല, അത് കണ്ടിട്ട് നിഷ്പക്ഷമായിട്ട് തീരുമാനിക്കാൻ പറഞ്ഞു. ആ ലിങ്ക് ഓപ്പൺ ചെയ്ത മുഴുവൻ ഞാൻ വായിച്ചു. കാരണം ലിങ്കിനകത്ത് നുണ പറയല്ലോ, അത് ടീച്ചർ മാത്രം പറഞ്ഞ ലിങ്ക് അല്ല. അതുകൂടെ നിങ്ങൾ ആലോചിക്കണം. ഇതുപോലെ വാട്സാപ്പിൽ ഫോർവേഡ് കിട്ടിയ ഒരു ലിങ്ക് ആയിരുന്നു. ആ ലിങ്ക് നിങ്ങൾ മാധ്യമങ്ങളോട് സംസാരിച്ചാണെന്ന് ഞാൻ പറഞ്ഞില്ല. അല്ല, ടീച്ചർ പറയുന്ന ന്യായീകരണമല്ല അതിനകത്ത് വന്നിരിക്കുന്നത്. അതെനിക്ക് പറയുന്നത് തന്നെ മടിയിരിക്കുന്നത്. അങ്ങനെയല്ലേ നമ്മൾ വിവരങ്ങൾ അറിയുന്നത്. ഞാനത് മുഴുവൻ കേട്ടു, ഇത് വിധിയും കേട്ടു. അപ്പോഴാണ് നിങ്ങൾ പറയുന്നത് ടീച്ചറിനെ അതിനകത്ത് നിശ്ചയമായിട്ട് വിമർശിച്ചു. ടീച്ചർ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാ, ടീച്ചറിന്റെ പേര് പറഞ്ഞിട്ടില്ല. ടീച്ചറിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ കാണിച്ച അലംഭാവത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞു. അപ്പൊ ടീച്ചർ പറഞ്ഞ മറുപടി എന്താ? അവരുടെ പേര് നടപടി എടുക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് വരാം, അല്ല ഞാൻ നിർദ്ദേശിക്കാം.
പിന്നെ ആ പ്രിയപ്പെട്ട ടീച്ചർ ഒരു കാര്യം പറഞ്ഞു. സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ ശിശുക്ഷേമ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കൗൺസിലർമാർ തരവഴിത്തരം കാണിച്ചിട്ട്, അങ്ങനെ തന്നെ പറയണം, ഒരു പിഞ്ചു കുഞ്ഞിനോട്, ഒരു മുതിർന്ന ഇരയോട് സംസാരിക്കാൻ പാടില്ലാത്തത്ര ക്രൂരവും അധമവും നികൃഷ്ടവുമായി സംസാരിച്ചിട്ട് അത് ഭരിക്കുന്ന മന്ത്രി അങ്ങനെയുള്ള കൗൺസിലർമാരെ അറിഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള വൃത്തിയോട് ചോദിച്ചതായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. എന്റെ മുമ്പിൽ ഒരു പരാതിയും വന്നിട്ടില്ല. 5 കൊല്ലമായിട്ട് എനിക്ക് കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങ് പച്ചയ്ക്ക് തൊണ്ട തൊടാതെ വിഴുങ്ങും മനുഷ്യർ. ആണോ റജി ലൂക്കോസ്? അല്ല, പതിവിന് വിരുദ്ധമായിട്ട് ഇത് കേൾക്കെ, പതിവിന് വിരുദ്ധമായിട്ട് അജിംസിന് കലിയിളകുന്നതിന്റെ കാരണം എന്തുകൊണ്ടാ? പിഞ്ചു കുഞ്ഞായതുകൊണ്ട്, പിഞ്ചു കുഞ്ഞുങ്ങളായതുകൊണ്ട്, അവർക്ക് വേണ്ടി സംസാരിക്കാൻ മറ്റാരും ഇല്ലാത്തതുകൊണ്ട്, അതുകൊണ്ട് മാത്രമാണ് കലി. കുടുംബത്തിന് പോലും പരാതിയില്ല. നിങ്ങളെല്ലാം ശ്രമിച്ചല്ലോ. കുടുംബത്തിന് പരാതിയില്ലാന്ന് റജി ലൂക്കോസ് ചോദിച്ചോ? കുടുംബത്തിന് പരാതിയില്ലാഞ്ഞിട്ടാണോ ഇതേ കാര്യം ഉന്നയിച്ചുകൊണ്ട്, ടീച്ചർക്ക് കൊടുത്ത അതേ പരാതി ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ അവർ റിട്ട് കൊടുത്തത്? കോടതി ഇന്ന് അത് ഉദ്ധരിക്കുന്നത് പോലും ഹൈക്കോടതി റിട്ടിൽ നിന്നാണ്. അവർ കോടതി പോയത് അതിന്റെ പരാതിയില്ലാത്തതുകൊണ്ടാ. അല്ല, ഇന്നത്തെ നിങ്ങൾ ഈ പറയുന്ന ആരോപണങ്ങള് ആ കുടുംബത്തിന് ഈ നിമിഷം വരെ 5 ദിവസത്തിനുള്ളിൽ അവർക്ക് പരാതിയില്ലെന്ന് മാത്രമല്ല, ആ കേസ് നടത്തിയ ആ കുടുംബം നാളെ വന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രതികരിച്ചാൽ ഈ ലീഗിന്റെ ഈ സർക്കാർ രാജിവെക്കോ? ആ കുടുംബം വന്ന് നാളെ പ്രതികരിച്ചാൽ ഈ സർക്കാർ രാജിവെക്കോ? അതുവരെ ഞങ്ങൾ സർക്കാർ രാജിവെക്കോ? ഏത് ഇനിയിപ്പോ 5 മാസം കൂടെ ഞങ്ങൾ ഭരിച്ചോട്ടെ, ഔദാര്യം കാണിക്കാൻ എന്റെ പൊന്ന് അജിംസ്, ശരി പ്ലീസ്. എന്നാ പിന്നെ പരാതി കിട്ടിയോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മതി. പരാതി കിട്ടിയോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മതി. അതിൽ കൂടുതലൊന്നുമില്ല. ശ്രീമതി ജബീന ഇർഷാദ്, ഈ കാര്യത്തിൽ മന്ത്രി അറിയപ്പെടാതെ പോകാം. ഒരു പരാതി വന്നു, ആ പരാതി കിട്ടി, ചിലപ്പോൾ മന്ത്രി എല്ലാ പരാതിയും കാണണമെന്നില്ല, അവരത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ മന്ത്രിയുടെ കീഴിലുള്ള സംവിധാനങ്ങൾ ആ പരാതി ഒതുക്കിയിട്ടുണ്ടാകാം, പോലീസ് ചെയ്യുന്നത് പോലെ. മന്ത്രിയെ വ്യക്തിപരമായി കാര്യത്തിൽ കുറ്റപ്പെടുന്നതിൽ കാര്യമുണ്ടോ? അങ്ങനെ അറിയപ്പെടാതെ പോകുന്നെന്ന് പറയുമ്പോ ഈ ഒരു പരാതി ഉന്നയിച്ചിട്ടാണ് പിന്നീട് ഇവരെന്ത് ചെയ്തത്? മന്ത്രിയിൽ നിന്ന്, ഭരണകൂടത്തിൽ നിന്ന് നീതി കിട്ടാത്തത് കൊണ്ടാണ് ഈ പെൺകുട്ടിയുടെ മാതാവ് ഹൈക്കോടതിയിൽ പോയിട്ട് പരാതിപ്പെടുന്നത്. ഈ അന്വേഷണ സംഘത്തെ മാറ്റണം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കേരളത്തിൽ വലിയ കോളിളക്കം ഉണ്ടാക്കുകയും അത് വല്ലാതെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. ഇതൊന്നും അറിയാതിരിക്കുക. പിന്നെ മന്ത്രി എന്ത് വകുപ്പാണ് അവർ കൈകാര്യം ചെയ്യുന്നത്? അവരുടെ വകുപ്പിന് കീഴിൽ നടന്ന ഒരു പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് അവർക്ക് പരാതി അയച്ച് അത് അവർ അറിയാതിരിക്കുന്നു. എന്നിട്ട് ആ പരാതിയും കൊണ്ട് അവർ അറിയാതിരിക്കുന്നെന്ന് അവർ പറയുന്നു. എന്നിട്ട് ആ പരാതിയും കൊണ്ട് ഹൈക്കോടതിയിലേക്ക് പോകുന്നു. ഹൈക്കോടതി വളരെ കൃത്യമായിട്ട് ഉത്തരവിടുന്നു, പുതിയ അന്വേഷണ സംഘത്തെ വെക്കണം, പഴയ അന്വേഷണ സംഘത്തിൽ നിന്നുള്ള ആരും അതിൽ ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ കർശനമായി ഉത്തരവിടുന്നു. ഇതും മന്ത്രി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് ഇവിടെ ഭരണം എന്ന രീതിയിൽ നടപ്പാക്കപ്പെടുന്നത്? എന്താണ്? ഒരു വകുപ്പിന് കീഴിലുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങളെ കുറിച്ച് പരാതി പറഞ്ഞ് അതിൽ മറുപടി ഇല്ലാതെ ഒരു കുടുംബം ഹൈക്കോടതിയിൽ പോയിട്ട് അതിൽ ഉത്തരവ് സമ്പാദിക്കുമ്പോൾ അതും അറിഞ്ഞില്ല. പിന്നെ എന്തിനാണ് ഇത്? ഈ വകുപ്പ് എന്തിനാണ്? ഈ മന്ത്രി എന്തിനാണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത് ഏത് മന്ത്രിയായാലും, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി ആയാലും ശരി, കുഞ്ഞുങ്ങളോടുള്ള കേസുകളിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന്റെ ഗൗരവം വളരെ വലുതാണ്. സ്കൂളിൽ പോയ ഒരു പെൺകുട്ടിയാണ്, 4ാം ക്ലാസ്സുകാരി പെൺകുട്ടിയാണ് പീഡിപ്പിക്കപ്പെടുന്നത്. ഇത് സമൂഹത്തിന് നൽകുന്ന ഒരു അപകടകരമായിട്ടുള്ള ഒരു സന്ദേശമുണ്ടല്ലോ, അത്ര ഗൗരവമുള്ള ഒരു കേസാണ് ഇത്. അതുകൊണ്ടാണ് കേരളത്തിൽ അത് അങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കേസിൽ ഇത്രയധികം ജനകീയ പ്രതിഷേധങ്ങളും ഒക്കെ നടന്നിട്ടും അതിൽ ഈ പറഞ്ഞ മന്ത്രി അറിഞ്ഞില്ല എന്ന് പറയുന്നത് എന്തുമാത്രം വിരോധാഭാസമാണ്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഒറ്റ കാര്യം കൂടി. ഇവിടെ ഒരു മന്ത്രി എന്ന നിലയിൽ ഈ പറയുന്ന കെ ശൈലജ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ വലിയ തോതിൽ അന്താരാഷ്ട്ര പ്രശംസ നേടിയ നടപടികൾ സ്വീകരിച്ചൊരു മന്ത്രിയാണ്. ഒരുപക്ഷെ 1ാം പിണറായി വിജയൻ സർക്കാരിലെ ഏറ്റവും പോപ്പുലർ മന്ത്രി കൂടിയാണ് കെ ശൈലജ. പക്ഷേ അവരുടെ മറ്റൊരു വകുപ്പ്, സാമൂഹിക നീതി വകുപ്പ്, ശിശുക്ഷേമ വകുപ്പ് പോലുള്ള വകുപ്പുകൾ ആ സമയത്ത് തന്നെ നിരവധി വിമർശനങ്ങൾ നേരിട്ടിരുന്നു. പക്ഷേ അവിടെയും മന്ത്രി എന്ന നിലയിൽ ശൈലജയെ വിമർശിക്കുന്നതിനപ്പുറം ഇതൊരു സിസ്റ്റത്തിൻ്റെ പ്രശ്നമായി കണ്ടുകൂടെ? ഞാൻ മുമ്പ് ചൂണ്ടിക്കാട്ടിയ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുതൽ ശിശുക്ഷേമ സമിതിയിൽ അപർണ എന്ന് പറയുന്ന ഒരു യുവതിയുടെ കുഞ്ഞിനെ മാറ്റിയ സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അത്തരം സംഭവങ്ങൾ, ഇതുപോലുള്ള പോക്സോ കേസുകൾ, ഇങ്ങനെ നിരവധി സംഭവങ്ങൾ മാല പോലെയുണ്ട്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗങ്ങൾക്കെതിരെ, ചെയർമാനെതിരെ പോക്സോ കേസ്, ഒരു CPM നേതാവ് 25 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്ന് പാർട്ടി അന്വേഷണം നടന്നതുപോലും ഇത്തരം ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അതും കോഴിക്കോട് ജില്ലയിൽ, ഷായ്ക്ക് ഓർമ്മയുണ്ടാകും. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഒരു സർക്കാരിൻ്റെ സംവിധാനങ്ങളുടെ ഭാഗമാണ് എന്ന് കരുതി കൂടെ ഒരു വ്യക്തിയെ, ഒരു മന്ത്രിയെ കുറ്റപ്പെടുത്തുന്നതിന് പകരം? ഞാൻ സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ലെജിസ്ലേഷൻസും നിയമങ്ങളുണ്ടാകും, നിയമങ്ങളുടെ പേരിൽ റൂൾസ് ഉണ്ടാകും, ഓർഡേഴ്സ് ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. ഈ ഉത്തരവുകളും ഓർഡറുകളും നിയമങ്ങളും ഒക്കെ ഈ രാജ്യത്ത് ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നടത്താനായിട്ടാണ്. അത് നടത്തുന്ന കാര്യത്തിൽ
ഉദ്യോഗസ്ഥന്മാർ എക്സിക്യൂട്ടീവാണ് അത് നടപ്പാക്കേണ്ടത്. ഉദ്യോഗസ്ഥരാണ്, അത് വില്ലേജ് ഓഫീസറായാലും പോലീസ് ഓഫീസറായാലും കൗൺസിലറായാലും ഒക്കെ അതാ ചെയ്യേണ്ടത്. അത് ചെയ്യുന്നതിനൊരു വീഴ്ച കണ്ടെത്തിയാൽ സുപ്പീരിയർ ഓഫീസേഴ്സ് അതിൻ്റെ പരാതി കിട്ടിയാൽ അതിന് നടപടി സ്വീകരിച്ചിട്ട് കറക്ഷൻ നടത്തണം. ആ കറക്ഷൻ നടത്താതെ ആ വീഴ്ച കണ്ടിന്യൂ ചെയ്യാൻ അവരെ അനുവദിച്ചാൽ അത് റിപ്പീറ്റ് ചെയ്യപ്പെടും. ഞാൻ പറയുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ഫംഗ്ഷൻ ചെയ്യുന്നത് എക്സിക്യൂട്ടീവിൻ്റെ സുപ്പീരിയർ ഓഫീസേഴ്സ് പരാതികളെ എങ്ങനെ പരിഗണിക്കുന്നു എന്നനുസരിച്ച്. റെജി ലൂക്കോസ് പറഞ്ഞതുപോലെ 5 കൊല്ലം കഴിഞ്ഞിട്ടും അതിന് മണ്ടയിൽ അടയിരുന്നാലും അതൊക്കെ ആകാം, അതൊക്കെ സിസ്റ്റം അങ്ങനെയാണ് എന്ന് പറയലാണെങ്കിൽ ഒരു രക്ഷയില്ല. റെജി ലൂക്കോസ്, നമ്മുടെ ഈ പറയുന്നത് കുട്ടികളുടെ വിഷയമാകുമ്പോൾ നമുക്കൊക്കെ കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ വിഷയമാകുമ്പോൾ കുറച്ചുകൂടി കൺസേൺ ഉണ്ട്. ഇറ്റ്സ് എ സീരിയസ് മാറ്റർ. ഞാൻ പറഞ്ഞത് നല്ല ആർട്ടിക്കുലേറ്റ് ചെയ്ത് നല്ല പ്രസൻസ് ഓഫ് മൈൻഡിൽ നല്ല ഫേസ് വാല്യൂവിൽ നിന്നിട്ട് ടീച്ചറമ്മ പല കാര്യങ്ങളും പറയുമ്പോൾ ടീച്ചറമ്മ വളരെ വലിയ മഹാൻ വ്യക്തിയായിട്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ചെയ്ത പണി ഇതാണ്, ഈ ചെയ്ത പണി ഇതാണെങ്കിൽ അത് തെറ്റാണെന്ന് വിളിച്ചു പറയാൻ പാർട്ടിക്കുള്ളിൽ ആളുകളുണ്ടാകണം. ഇതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് പറ്റില്ല എന്ന് പറയണം. അങ്ങനെ പറയാൻ കഴിയുന്ന വന്നാൽ സിസ്റ്റം ശൈലജ ടീച്ചർ എടുത്ത തീരുമാനമാണെന്നാണോ മുഹമ്മദ് ഷാ കരുതുന്നത്? തീർച്ചയായിട്ടും. തർക്കം എന്താ? അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇത്രയും ഒരു പരാതി കൊടുക്കുകയും ആ പരാതി ഹൈക്കോടതി പ്രൊഡ്യൂസ് ചെയ്യും. ഒരു വസ്തുത പറയാം. അരീക്കോട് ഒരു പോക്സോ കേസ് ഉണ്ടായി. ആ കേസിൽ പ്രതികൾ കുടുങ്ങുമെന്നായപ്പോൾ അവർ വിദേശത്തേക്ക് കടന്നു. ആ കേസ് പുനരന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഈ പ്രതികൾ പോലീസിനെ സമീപിച്ചു, സർക്കാരിനെ സമീപിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പറയുന്ന ശിശുക്ഷേമ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരെ മുഴുവൻ വിളിച്ചു ചേർത്ത് കേസ് പുനരന്വേഷിക്കാൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി നേരിട്ടാണ് അത്തരമൊരു യോഗം ആദ്യമായി വിളിച്ചു ചേർക്കുന്നത്. അതും പോക്സോ കേസ് പ്രതികൾക്കെതിരെയുള്ള കേസിൽ പുനരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട്. ഇത് ശൈലജ ടീച്ചർ മാത്രം എടുക്കുന്ന തീരുമാനങ്ങളല്ല. കെയറാണ്. അതാണ് പ്രതികൾക്കുള്ള ഒരു കെയർ ഉണ്ടല്ലോ. ആ കെയർ കൊടുക്കുന്ന സിസ്റ്റമാണ്. സിസ്റ്റത്തിന്റെ ഫെയിലിയർ മാത്രമല്ല, ഞാൻ പറയട്ടെ, പ്രതികൾക്ക് കൊടുക്കുന്ന ഒരു കെയറില്ലേ, ആ കെയറിന്റെ 10-1 ഈ കുട്ടികൾക്ക് കൊടുക്കാൻ ഇവർ തയ്യാറായാൽ മതി. ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണ്. മന്ത്രിയുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള ആ ഒരു വിഷയത്തിലെ പരാതി മന്ത്രി കാണുന്നില്ല. ആ പരാതി ഹൈക്കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, എക്സിബിറ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ കേസിൽ ഹൈക്കോടതി ഉത്തരവിടുന്നു. ആ കേസെടുത്ത് തുറന്നു നോക്കുമ്പോൾ അതിനകത്തൊരു പെറ്റീഷൻ, മിനിസ്റ്റർ കൊടുത്ത പെറ്റീഷൻ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് യൂഷ്വലി ഞാൻ ഒരു പ്രോസിക്യൂട്ടറായിട്ട് ജോലി ചെയ്ത ഒരാളാണ്. ഇതിൻ്റെ കോപ്പി എടുത്ത് അങ്ങോട്ട് അയച്ചു കൊടുക്കുമ്പോൾ മിനിസ്റ്ററുടെ പരാതി എന്തായി എന്ന് റിപ്പോർട്ടിൽ പറയേണ്ടത് തിരിച്ച് കോടതിയിലേക്ക് കൊടുക്കുന്നതിന്. അങ്ങനെ ആ പരാതിയിൽ എന്തായി എന്ന് അവർ നോക്കിയിട്ടുണ്ടോ? ആ പരാതിയും പ്രശ്നങ്ങളും ഒക്കെ കണ്ടപ്പോൾ അത് കോംപ്ലിക്കേഷൻ ആകുമെന്ന് മനസ്സിലായപ്പോൾ ഇവരുടെ വാദത്തിനോട് കൺസീഡ് ചെയ്ത് കൊടുത്തു. ഉദ്യോഗസ്ഥന്മാരെ മാറ്റാൻ കോടതി ഉത്തരവിട്ടപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾ എങ്ങനെയെങ്കിലും കേസും തീർന്നാൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് ഞാൻ ആ കേസിൻ്റെ ദിവസം കോവിഡ് കാലത്ത് ആ കേസിൽ പോയി ആ കോടതിയിൽ അപ്പിയർ ചെയ്ത വ്യക്തികളിൽ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇത് കൺസീഡ് ചെയ്തതിന്റെ കാര്യം ഇത് കുഴപ്പത്തിലാവുമെന്ന് ചിന്തിച്ചിട്ടാണ് അങ്ങനെ ഒരു ഏജൻസിയെ മാറ്റിയപ്പോൾ കോടതി കേസ് പറയാനുണ്ടോ? അപ്പൊ അങ്ങനെ കൊടുത്ത സാധനം ഇപ്പൊ പറയാണ് എൻഡോഴ്സ്മെന്റ് ആണ്. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി. നിങ്ങൾ ഒരു കാര്യം കേട്ടോ, ഒരു കാര്യം പറയാം, റെജിയുടെ ഒരു കാര്യം പറയാം. റെജി പറഞ്ഞില്ലേ ഈ കേസിൽ കൺവിക്ട് ചെയ്തത് കണ്ണിൽ എണ്ണ ഒഴിച്ച് ഞങ്ങൾ നോക്കിയിരുന്ന കേസാണ്. കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ ക്രിമിനൽ ലോയേഴ്സുമായിട്ട് എല്ലാ സമയവും കൺസൾട്ടേഷൻ നടത്തിയിട്ട് ഇതിന്റെ ട്രയലിനെ സൂപ്പർവൈസ് ചെയ്ത ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ആ സിസ്റ്റത്തിലെ ലോയേഴ്സ് അതിന്റെ പുറകിൽ എന്താണ് ഈ കൺവിക്ഷന് കാരണം? നിങ്ങളുടെ കഴിവ് ശിശുപീഡകരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ഇച്ഛാശക്തി കൊണ്ടൊരു സർക്കാർ ആയുഷ്കാലം ഉണ്ടായിരുന്നില്ല. ഇച്ഛാശക്തി അങ്ങനെയുള്ള ഇച്ഛാശക്തിയുള്ള സർക്കാരല്ല നമുക്ക് വേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. വളരെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഇത്രയും